Okay, I'm going to first question. Yes, report speech ആണ് first question. No. First question. The principal said, Allah is one. The Holy Prophet Muhammad is his last prophet. അതില് ഏതാണ് ആൻസർ വരിക? ബി ആണ്. Option B. Correct ആണ്. അതായത് the principal said that Allah is one and that the Holy Prophet Muhammad is his last prophet. അവിടെ എന്തുകൊണ്ടാണ് ഡി ആവാത്തത് എന്നറിയോ? വാസ് വൺ എന്നുള്ളത് വരാത്തത് എന്തുകൊണ്ടാണെന്ന് പറയാൻ പറ്റുമോ? ജനറൽ ട്രൂത്ത്. യെസ്, ജനറൽ ട്രൂത്ത് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ സാധാരണ ഈ റിപ്പോർട്ട് സ്പീച്ച് പഠിച്ചു പോകുന്ന ആളുകൾ എന്ത് ചെയ്യും? വേഗം ഈസ് എന്നുള്ളത് വാസ് ആവുമല്ലോ എന്ന് കരുതിയിട്ട് ഈ ഓപ്ഷൻ ഡി പിന്നെ കറുപ്പിക്കാനാണ് സാധ്യത ഉള്ളത്. പക്ഷെ അങ്ങനെയല്ല, ഇതൊരു ജനറൽ ട്രൂത്ത് ആണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു എപ്പോഴും പറയുന്നതാണ്, അപ്പൊ ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ചോദിക്കുക. അപ്പോഴാണ് കൂടുതൽ അറിവ് ഉണ്ടാവുക. അത് നമ്മളെ അറിവ് ഇല്ലായ്മയെ കാണിക്കല്ല, മറിച്ച് നിങ്ങളുള്ള അറിവിനെ കൂട്ടുകയാണ് ചെയ്യുക. ഓക്കെ, രണ്ടാമത്തത് മേരി സെഡ് ടു റോബർട്ട് ലെറ്റ് ഹിം. യെസ് പറയൂ. ഹലോ പറയൂ. ഒന്നാമത്തേത് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുമോ സാർ? എനിക്കത് മനസ്സിലായില്ല. പറയാം. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, അല്ലാഹ് ഈസ് വൺ, ദ ഹോളി പ്രോഫറ്റ് മുഹമ്മദ് ഈസ് ഹിസ് ലാസ്റ്റ് പ്രോഫറ്റ് എന്നാണ് ചോദ്യം. അത് പ്രിൻസിപ്പൽ സെഡ് എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, നമ്മൾ സ്വാഭാവികമായിട്ടും റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റുന്ന സമയത്ത് ഈസ് എന്നുള്ളത് വാസ് എന്നുള്ളതിലേക്കാണ് മാറ്റുന്നത്, അല്ലെ? ഈസ് എന്നുള്ളത് പിന്നെ നമ്മൾ സാധാരണ വാസ് എന്ന് മാറ്റും, വാസ് എന്നുള്ളത് ഹാഡ് ബീനിലേക്ക് മാറ്റും, ഡിഡ് എന്നുള്ളത് ഹാഡ് ബീൻ എന്നുള്ളത് ഹാഡ് പ്ലസ് V3യിലേക്ക് മാറ്റും. അങ്ങനെ ഒരുപാട് നിയമങ്ങൾ നമ്മൾ റിപ്പോർട്ട് സ്പീച്ചിൽ പഠിച്ചതാണ്, അല്ലെ? അപ്പോ ഇത് എന്തുകൊണ്ടാണ് ഇവിടെ ഈസ് എന്നുള്ളത് വാസ് എന്ന് മാറാത്തത്? ഇവിടെ ഓപ്ഷൻ ഡിയിൽ വാസ് എന്ന് കൊടുത്തിരിക്കുന്നു. അല്ലാഹ് ഈസ് വാസ് വൺ and that Prophet Muhammad was his last prophet എന്നുള്ള കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ വരാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മൾ റിപ്പോർട്ട് സ്പീച്ചിന്റെ അവസാന നിയമമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് നമ്മൾ ഇപ്പം ഒരു ജനറൽ ട്രൂത്ത് ആണ് പറയുന്നത് എങ്കിൽ for the sun rises in the east, അല്ലെ? അപ്പൊ ഒരു ജനറൽ ട്രൂത്ത് ആണ് പറയുന്നത് എങ്കിൽ അതില് നമ്മൾ ടെൻസിൽ മാറ്റം വരുന്നില്ല. ടെൻസിൽ മാറ്റം വരുന്നില്ല എന്ന് പറഞ്ഞാൽ വെർബിൽ മാറ്റം വരുന്നില്ല. ഇവിടെ വെർബ് ഈസ് ആണ്, അപ്പൊ അതില് മാറ്റം വരില്ല. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അതുകൊണ്ടാണ് ഓപ്ഷൻ ബി ശരിയായത് കേട്ടോ. ഓപ്ഷൻ സി ശരിയായിക്കൂടെ? ഓപ്ഷൻ സി മനസ്സിലായി. ഓക്കെ, താങ്ക് യു. ഓപ്ഷൻ സി നോക്കാം. ദ പ്രിൻസിപ്പൽ സെഡ് ദാറ്റ് ഇല്ല അതില്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചോദ്യം എന്താണ്? ദ പ്രിൻസിപ്പൽ സെഡ് അല്ലാഹ് ഈസ് വൺ. അപ്പൊ അവിടെ ദ പ്രിൻസിപ്പൽ ടോൾഡ് അല്ലാഹ്. സെഡിന്റെ കൂടെ ആണെങ്കിൽ ദാറ്റ് നമ്മൾ ചേർക്കണം. അവിടെ ഓൾറെഡി യെസ് ഇവിടെ കണ്ടില്ല ഓപ്ഷൻ സിയില് അതെ, സെഡിന്റെ കൂടെ ആണെങ്കിലും ടോൾഡിന്റെ കൂടെ ആണെങ്കിലും ഒക്കെ ദാറ്റ് നമ്മൾ ചേർക്കണം റിപ്പോർട്ട് സ്പീച്ചില്. നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ. പക്ഷെ ഓപ്ഷൻ സിയില് ദാറ്റ് ഇല്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യന്, മേരി സെഡ് ടു റോബർട്ട് ലെറ്റ് ഹിം കം ദെൻ വി ഷാൽ സീ. ഇതിൽ എന്താ ആൻസർ വരിക? സി അല്ലേ? ഓപ്ഷൻ ഡി ആണ് ഉത്തരം കൊടുത്തിരിക്കുന്നത്. മേരി ടോൾഡ് റോബർട്ട് ദാറ്റ് they would see him if he might come എന്നാണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. നോക്കാം, ചോദ്യം നോക്കാം. ഇവിടെ മേരി സെഡ് ടു റോബർട്ട് ലെറ്റ് ഹിം കം then we shall see എന്നുള്ളതാണ്. അപ്പൊ അവിടെ ലെറ്റ് ഹിം കം
then we shall see എന്നുള്ളതിന്റെ മീനിങ് അദ്ദേഹം വരികയാണെങ്കിൽ നാം അദ്ദേഹത്തെ കാണുമെന്നുള്ളതാണ് അല്ലെ? അദ്ദേഹം വരികയാണെങ്കിൽ നാം അദ്ദേഹത്തെ കാണും. അപ്പൊ അദ്ദേഹത്തെ വരികയാണെങ്കിൽ എന്നുള്ള ഇതും വരണം, നാം അദ്ദേഹത്തെ കാണും എന്നുള്ളതും വരണം. അതൊക്കെ റിപ്പോർട്ട് സ്പീച്ചിലാവുന്ന സമയത്ത് അത് പാസ്റ്റിലേക്ക് കൊണ്ടുവരും വേണം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഓപ്ഷൻ ഡി നോക്കൂ. മേരി ടോൾഡ് റോബർട്ട് ദാറ്റ് ദേ വുഡ് സീ ഹിം. അപ്പൊ പാസ്റ്റിലേക്ക് മാറി, ദേന്റെ കൂടെ വില്ലിന്റെ പാസ്റ്റ് ആയിട്ടുള്ള വുഡ് ഉപയോഗിച്ചു അല്ലെ? പിന്നെ ദേ വുഡ് സീ ഹിം ഇഫ് ഹി മൈറ്റ് കം. മൈറ്റ് എന്നുള്ളതും പാസ്റ്റ് തന്നെയാണ്, മേന്റെ പാസ്റ്റ് ആണ് മൈറ്റ്. ഓക്കെ, അപ്പം പാസ്റ്റിൽ ഉപയോഗിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം വരികയാണെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് കാണാം എന്നുള്ളൊരു മീനിങ്ങും കിട്ടി. ഇനി നിങ്ങൾ പറഞ്ഞ ഉത്തരം ഏതായിരുന്നു? സി. മേരി ടോൾഡ് റോബർട്ട് ദാറ്റ് വൺസ് ഹി കെയിം ദേ വുഡ് സീ ഹിം. അങ്ങനെ ഒരു അർത്ഥം അതിൽ കിട്ടുന്നില്ല. അദ്ദേഹം ഒരിക്കൽ വന്നാൽ എന്നുള്ള ഒരു മീനിങ്, വൺസ് എന്നുള്ള ഒരു മീനിങ് തന്നെ അതിൽ വരുന്നില്ല. അദ്ദേഹം വരികയാണെങ്കിൽ എന്ന് മാത്രമല്ല ഈ ചോദ്യത്തിൽ നിന്ന് കിട്ടുള്ളൂ. ലെറ്റ് ഹിം കം then we shall see. അല്ലെ? അദ്ദേഹം വരികയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ കാണാം. അപ്പൊ ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഫസ്റ്റ് ആൻസർ ഒന്ന് പറയോ? കണക്ഷൻ കിട്ടാൻ ലേറ്റ് ആയി. ഫസ്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ബോയ്. ഓക്കെ, താങ്ക്സ് സാർ. അവിടെ മൈറ്റ് അല്ലേ പറഞ്ഞത്? ക്വസ്റ്റ്യനിൽ ഷോൾ അല്ലേ ഉള്ളത്? അവിടെ എന്താ വെച്ചാല് പിന്നെ ഇവിടെ ചോദ്യത്തിലുള്ളത് നോക്കൂ. ചോദ്യത്തിലുള്ള ലെറ്റ് ഹിം കം then we shall see എന്നുള്ളതല്ലേ? അതിന്റെ മീനിങ്ങിനെയാണ് നമ്മൾ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റിയിരിക്കുന്നത്, അല്ല ഈ വാക്കുകളെ അല്ല. ഇതിന്റെ മീനിങ് എന്താണ്? അദ്ദേഹം വരികയാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ കണ്ടുമുട്ടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അവിടെ he might come വരികയാണെങ്കിൽ എന്നുള്ള ഒരു മീനിങ്ങിന് ഇവിടെ ലെറ്റ് ഹിം കം എന്നുള്ളത് പറഞ്ഞില്ലേ? ലെറ്റ് ഹിം കം എന്നുള്ളതാണ് മൈറ്റ് കം എന്നുള്ളത് വന്നത്. ലെറ്റ് ഹിം കം. അപ്പൊ അവിടെ അദ്ദേഹം വരികയാണെങ്കിൽ എന്നുള്ള ഒരു മീനിങ് ആണ്. അപ്പൊ ഈ ലെറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ലെറ്റ് തന്നെ ഉപയോഗിക്കലല്ല, അതിന് സമാനമായ ഒരു മീനിങ്ങിൽ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റുക ചെയ്യാം. അപ്പൊ അവിടെ അദ്ദേഹം വരികയാണെങ്കിൽ എന്നുള്ള ഒരു മീനിങ്ങിൽ ഈ മൈറ്റ് കം എന്നുള്ള രൂപത്തിലാണ് ഉപയോഗിച്ചതിന് ഇവിടെ ഇവര് കൊടുത്തിട്ടുണ്ട്. ഷാലിന് പകരം ഇവിടെ വുഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ എന്തുകൊണ്ടാണ് പിന്നെ വുഡ് ഉപയോഗിച്ചതെന്നറിയാമോ? അത് രണ്ടാമത്തേല് വുഡ് ഉപയോഗിച്ചത് വി ആയതുകൊണ്ടാണ് ഇവിടെ ഷാൽ ഉപയോഗിച്ചിരുന്നത്. സബ്ജക്റ്റില് രണ്ടാമത്തെ ചോദ്യത്തിലുള്ളത് വി ഷാൽ എന്ന്, ഇവിടെ വി ആയതുകൊണ്ട് നമ്മൾ ഷാൽ ഉപയോഗിച്ചു. ഓക്കെ, ഐന്റെയും വിന്റെയും കൂടെയാണ് സാധാരണ ഷാൽ ഉപയോഗിക്കാറ്, അതായത് ഫസ്റ്റ് പേഴ്സന്റെ കൂടെയാണ് ഷാൽ ഉപയോഗിക്കാറ്. പക്ഷെ ഇത് ആൻസറിലേക്ക് വന്ന സമയത്ത് വി എന്നുള്ളത് മാറി. വി എന്നുള്ളത് മാറിയ സമയത്ത് എന്തായിട്ടുണ്ട്? അത് ദേ എന്നായിട്ടുണ്ട്. ദേന്റെ കൂടെ ഒരിക്കലും നമ്മൾ ഷാൽ ഉപയോഗിക്കുക, ദേന്റെ കൂടെ വില്ലാണ് ഉപയോഗിക്കുക. അപ്പൊ അവിടെ വില്ലിന്റെ പാസ്റ്റ് ആണ് വുഡ്. അതുകൊണ്ടാണ് ഇവിടെ വുഡ് സീ എന്ന് വന്നത് കേട്ടോ. അപ്പൊ ഇവിടുത്തെ ഷാല്, ചോദ്യത്തിലുള്ള ഷാല് ആൻസറിൽ വുഡ് ആയിട്ട് മാറി. അത് നമ്മളെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു അന്ന്, പിന്നെ റെക്കോർഡിലുണ്ട് കേട്ടോ, ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി. മൂന്നാമത്തത്, the father warned his son that he should beware of him. ഓപ്ഷൻ സി ആണോ സർ? ഓപ്ഷൻ സി correct ആണ്. ഓപ്ഷൻ സി. The father warned his son beware of me. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വളരെ ഈസി ക്വസ്റ്റ്യൻ ആണത്. The father warned his son beware of me. ഈ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് മീ ആരെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത്, ഐ ആരെയാണ് സൂചിപ്പിക്കുന്നത്, അതൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടാവാറുണ്ട് ഇത്തരം ചോദ്യങ്ങളിൽ. The father warned his son beware of me. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യന്, my friend said to me, has your father returned from Massachusetts?
എന്താ? ഓപ്ഷൻ സി. ഓപ്ഷൻ സി കറക്റ്റ് ആണ്. ഓക്കെ, നാലാമത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. മൈ ഫ്രണ്ട് ആസ്ക്ഡ് മീ if my father had returned from Massachusetts. ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. മൈ ഫ്രണ്ട് ആസ്ക്ഡ്, ചോദ്യം ആയതുകൊണ്ട് ഇവിടെ ആസ്ക്ഡ് ഉപയോഗിച്ചു. രണ്ടാമത്തത് ഹാസ് യുവർ ഫാദർ റിട്ടേൺഡ് എന്നുള്ളതാണ്. ഇവിടെ ഹാസ് യുവർ ഫാദർ റിട്ടേൺഡ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സബ്ജക്റ്റ് ആണ് ആദ്യം വരേണ്ടത്. സബ്ജക്റ്റ് എന്താണ്? മൈ ഫാദർ. യുവർ ഫാദർ എന്നുള്ളത് മൈ ഫാദർ എന്നായിട്ട് മാറി. പിന്നീടുള്ളത് നോക്കൂ, ഹാസ് പിന്നെ റിട്ടേൺഡ്. ഹാസ് റിട്ടേൺഡ്. സബ്ജക്റ്റ് ആദ്യം കൊണ്ടുവന്നു, യുവർ ഫാദർ എന്നുള്ളതിന് സബ്ജക്റ്റ് ആദ്യം കൊണ്ടുവന്നു, അത് മൈ ഫാദർ എന്നായി. പിന്നെ ഹാസ് റിട്ടേൺഡ് എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഹാഡ് റിട്ടേൺഡ് എന്നാണ് സ്പീച്ചിൽ ഉപയോഗിക്കുക. ഹാസ് എന്നുള്ളത് ഹാഡ്. ഓക്കെ, ഫ്രം മസാച്യുസെറ്റ്സ്. അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. The old man said, "May God be your guardian." ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ഡി. Yes, correct. The old man prayed that God might be my guardian. മൈറ്റ് അല്ലേ? അപ്പൊ അവിടെ ഒരു വിഷയം ഉണ്ടല്ലോ. അവിടെ സാർ അതും ഒരു ജനറൽ ആയിട്ട് പറയുന്നല്ലേ, അപ്പൊ അവിടെ ജനറൽ ആയിട്ടാണ്, പക്ഷെ അവിടെ ടെൻസ് മാറുന്നില്ല. ടെൻസ് അല്ല, അത് പാസ്റ്റിലേക്ക് മാറ്റുന്നുണ്ട്. The old man said, "May God be your guardian." ഓക്കെ, അത് കറക്റ്റ് ആണ്. അഞ്ചാമത്തെ ഉത്തരം ഓപ്ഷൻ ഡി തന്നെയാണ്, കറക്റ്റ് ആണ്. അതിൽ പ്രശ്നമൊന്നുമില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇവിടെ the old man prayed that, അവിടെ ഒരു പ്രാർത്ഥനയായതുകൊണ്ടാണ് അവിടെ prayed that എന്ന് കൊടുത്തത്. God might be, may എന്നുള്ളത് റിപ്പോർട്ട് സ്പീച്ചിലേക്ക് വരുന്ന സമയത്ത് might be, may എന്നുള്ളത് മാറ്റി might be, your എന്നുള്ളത് my guardian. ഓക്കെ, your എന്നുള്ളത് my എന്നുള്ളതായിട്ട് മാറി. പക്ഷെ ഇവിടെ ജനറൽ ട്രൂത്ത് അല്ലല്ലോ. ജനറൽ ട്രൂത്ത് ആണോ? അദ്ദേഹം പറയുന്ന ഒരു കാര്യത്തെ അല്ലേ നമ്മൾ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റുന്നത്. ഓക്കെ, മേ ഗോഡ് ബ്ലസ് യു എന്ന് പറയുകയാണെങ്കിൽ അത് റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ഗോഡ് മൈറ്റ് ബ്ലസ് യു എന്നുള്ളതായി ആയിട്ട് മാറും. അതങ്ങനെ പ്രാർത്ഥനകൾക്ക് നമ്മൾ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ അതിന്റെ പിന്നെ ടെൻസിൽ ചേഞ്ച് ചെയ്യാതെ പോല കേട്ടോ. ഇത് ജനറൽ ട്രൂത്തിലല്ല വരുന്നത്, അത് ഒരു പ്രെയറിലാണ് വരുന്നത്. ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ആറാമത്തത്, ദിയ സെഡ് ടു പാരി, ഡു യു ലൈക്ക് ഓറഞ്ചസ്? ഏതാ ആൻസർ? ഓപ്ഷൻ ഡി. ഡോഗ്. ഡോഗ് അല്ലേ? ഓപ്ഷൻ ബി. ഓപ്ഷൻ ഡോഗ്, ഡി കറക്റ്റ് ആണ്. ദിയ ആസ്ക്ഡ് പാരി ഇഫ് ഷീ ലൈക്ക്ഡ് ഓറഞ്ചസ്. അപ്പൊ അവിടെ വളരെ ക്ലിയർ ആണ്. അങ്ങോട്ട് ദിയ സെഡ് ടു പാരി, ഇത് ചോദ്യം ആയതുകൊണ്ട് ആസ്ക്ഡ് പാരിനാക്കി. ഡു യു ലൈക്ക് എന്നുള്ളത് ഡു പ്ലസ് ലൈക്ക് എന്നുള്ളതാണ് ഇവിടെ വെർബ്. ഡു പ്ലസ് ലൈക്ക് എന്ന് പറഞ്ഞാൽ ലൈക്കിന് തുല്യമാണ്, അതായത് V1 തുല്യമാണ്. V1 ആണെങ്കിൽ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ V2 ആയിട്ട് മാറും. ഓക്കെ, ഇത് ചോദ്യം ആയതുകൊണ്ട് യെസ്, പിന്നെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മൾ ഈഫ് അല്ലെങ്കിൽ വെദർ ചേർക്കുന്നു. അപ്പൊ അവിടെ ഈഫ് ചേർത്തു. അതിനുശേഷം വരേണ്ടത് സബ്ജക്റ്റ് ആണ്. യു എന്നുള്ള സബ്ജക്റ്റിന് പകരം ഇവിടെ ഷീ. ഓക്കെ, ഷീ, പാരി എന്ന് പറഞ്ഞ സ്ത്രീ ആയതുകൊണ്ട് അവിടെ ഷീ എന്ന് കൊടുത്തു. പിന്നെ ഡു പ്ലസ് ലൈക്ക് എന്നാണ്. ഡു പ്ലസ് ലൈക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ V1 തന്നെയാണ്. അപ്പൊ ആ V1 നമ്മൾ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ V2 ആയിട്ട് മാറും. ഓക്കെ, അപ്പോ വെദർ ഷീ അല്ലെങ്കിൽ ഇഫ് ഷീ ലൈക്ക്ഡ് ഓറഞ്ചസ്. ഓക്കെ, ഓപ്ഷൻ സി ആണോ? ദിയ ആസ്ക്ഡ് പാരി ദാറ്റ്, അവിടെ ചേർക്കാൻ പാടില്ല. ദാറ്റ് എന്നുള്ള വാക്ക് അങ്ങനെ ചേർക്കാൻ പാടില്ല. ഇത് നമ്മള് ഈ ഇഫോ വെദർ നമ്മളെ വേറെ എന്ത് ചേർക്കുകയാണെങ്കിലും ദാറ്റ് ഒഴിവാക്കണം. ഏഴാമത്തത്, അലി സെഡ് ടു ദ ബെഗർ, ഐ നോ യു വെരി വെൽ.
എന്താ ആൻസർ വരാ? ഓപ്ഷൻ ബി. B. ബോയ് ആണ്. ബി ഫോർ ബോയ്. Yes, correct ആണ്. Ali said to the beggar that he knew him very well. അവിടെ no എന്നുള്ളത് V1 ആണ് അല്ലേ? I എന്നുള്ളത് സൂചിപ്പിക്കുന്നത് അലിയെയാണ്. അലി ഒരു ബോയ് ആണ്, അതായത് പുരുഷനാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ഹി കൊടുത്തു. നോ എന്നുള്ളത് V1 ആണ്, അതിന് നമ്മൾ നേരെ V2 കൊടുക്കണം. V1 റിപ്പോർട്ട് സ്പീച്ചിൽ വന്നാൽ V2 കൊടുക്കണം. നോ എന്നുള്ളത് ന്യൂ എന്നാണ്. ഓക്കെ, ഇവിടെ ഹിം എന്നുള്ളത് സൂചിപ്പിക്കുന്നത്, ഇവിടെ യു എന്നുള്ളത് സൂചിപ്പിക്കുന്നത് ബെഗറെയാണ്. ബെഗറെ നമുക്ക് ഹിം കൊടുത്തു. വെരി വെൽ. എട്ടാമത്തത്, ഷീ ടോൾഡ് മീ ദാറ്റ് ഷീ ഹാഡന്റ് നോൺ അബൌട്ട് ദാറ്റ് ദ വീക്ക് ബിഫോർ. അത് നേരെ തിരിച്ചറിയുന്നത്, അത് നമ്മൾ നേരെ ആക്റ്റീവ് വോയിസ്, സോറി, നമ്മുടെ ഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റും. ഓപ്ഷൻ എ. എട്ടാമത്തെ ഓപ്ഷൻ എ കറക്റ്റ് ആണ്. ഇവിടെ നോക്കൂ, നമ്മൾ ഇതിൽ നേരെ തിരിച്ചു നോക്കിയാൽ മതി. ആദ്യം ഈ ഓപ്ഷനിലേക്ക് നോക്കുക, ഇതിൽ ഏത് ഓപ്ഷൻ ആണ് ഇതിന് ഈ ആൻസറിലേക്ക് സ്യൂട്ട് ആവുന്ന നോക്കാം. ഓപ്ഷൻ എ നോക്കാം. She said to me, I did not know about this last week. Okay, അപ്പോൾ അവിടെ she said to me, okay, റെഡി ആയി. she told me എന്നാക്കി. പിന്നെ നമ്മൾ that ചേർത്തു. ഇവിടെ ചോദ്യത്തിലുള്ള ഉത്തരം that ചേർത്തു. പിന്നെ അവളാണ് പറയുന്നത്, അപ്പൊ അവൾക്ക് I എന്നുള്ളതിന് പകരം she ചേർത്തു. did plus no, അതായത് did plus V1 എന്നുള്ളത് എപ്പോഴും had plus V. അവിടെ നോട്ട് ഉള്ളത് കൊണ്ട് ഡിഡ് നോട്ട് എന്നുള്ളത് ഹാഡിന്റ് എന്നായി. നോ എന്നുള്ളത് നോൺ എന്നാണ്. ഹലോ സാർ, ഹലോ സാർ, അതിൽ ഓപ്ഷൻ ഡി വരുമോ? എട്ടാമത്തതാ. ആ, I did not know about that. ഇവിടെ ദാറ്റ് അല്ലേ വന്നത്? അവിടെ ഇവിടെ ഒരു ദാറ്റ് കണ്ടോ? ദാറ്റ് ആൻസർ ഉള്ളത്. അപ്പൊ ചോദിച്ചിട്ട് വേണം സാധാരണ ദാറ്റ് എന്നുള്ളത്. അതൊക്കെ ചെറിയൊരു മാറ്റം കൊടുത്തതാണ് കേട്ടോ. അതായത് ഓപ്ഷൻ എയും ബിയും തമ്മിൽ ചെറിയൊരു വ്യത്യാസം. ഈ ഡിസ് എന്നുള്ളത് ദാറ്റിനാക്കിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഡി ഓപ്ഷൻ വരുമോ കറക്റ്റ് ആയിട്ട്? കറക്റ്റ് ആയിട്ട് ഓപ്ഷൻ വരൂല. അവിടെ ഡിസ്സാണ് ശരിക്കും കറക്റ്റ് ആയിട്ട് ആൻസർ കൊടുക്കുകയാണെങ്കിൽ ഡിസ്സാണ് വരേണ്ടത് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ PSC അങ്ങനെ കൊടുക്കാറില്ല, ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പം നമ്മളിപ്പോ ഇങ്ങനെ ഒരു ന്യായം പറയാം, എങ്ങനെയാണ് ചൂസ് ദ അപ്രോപ്രിയേറ്റ് ആൻസർ എന്നാണ്, മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ എന്നാണ്. അതിൽ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എ ആണ്, അതുകൊണ്ടാണ്. ഓക്കെ, ഒമ്പതാമത്തത്, John asked, how long will it take to travel from Germany to South Africa? എന്താ ആൻസർ വരിക? ഓപ്ഷൻ ബി ബോയ്. ബോയ് അല്ല, ഡി അല്ലേ വരിക? ഡി. ഡോഗ്. ഓക്കെ, നോക്കാം. ഓപ്ഷൻ ഡി അല്ലേ സർ? ഡി. ഓക്കെ, നോക്കണേ. ചോദ്യം ഇതാണ്, ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു ട്രാവൽ ഫ്രം ജർമ്മനി ടു സൗത്ത് ആഫ്രിക്ക. പക്ഷെ ഇവിടെ ആൻസർ നിങ്ങളെ കുറ്റം പറയില്ല, കാരണം ചെറിയൊരു മിസ്റ്റേക്ക് ഇവിടെ ഉണ്ട്. ഇറ്റ് വുഡ് അല്ലേ വേണ്ടത് സർ? ഇറ്റ് വുഡ് ടേക്ക് എന്നാണ് വേണ്ടത്. കൺഫ്യൂസ്ഡ്. അത് ഇറ്റ് വുഡ് ഇറ്റ് ടേക്ക് എന്നല്ല, ഇറ്റ് വുഡ് ടേക്ക് എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ആൻസർ ആണ് വരിക കേട്ടോ. ഇവിടെ ഇറ്റ് വുഡ് എന്നാക്കണേ. അപ്പൊ ഞാനത് ആക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരുന്നു, പെട്ടെന്ന് മൊബൈലിൽ ചെയ്തതുകൊണ്ട് കുറച്ച് എന്താണ് ഒരു എറർ വന്നു. അപ്പൊ അതുകൊണ്ട് പഴയത് അയച്ചതാണ് കേട്ടോ. അവിടെ ഇറ്റ് വുഡ് ആവാത്തത് കൊണ്ട് അത് എഴുതിയില്ല. അപ്പൊ അത് ഓൾറെഡി ഒരു ഓപ്ഷൻ പോലെ ആയതുകൊണ്ട് അത് അപ്പൊ ബി. ആൻസർ അപ്പൊ ആൻസർ അറ്റൻഡ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഓപ്ഷൻ ഡി എഴുതിയ ആളുകൾക്കും അതുപോലെ ആൻസർ അറ്റൻഡ് ചെയ്യാത്ത ആൾക്കാർക്കും അതിന് മാർക്ക് കൊടുക്കാം. പക്ഷെ മറ്റു ഓപ്ഷൻസ് എഴുതിയ ആളുകൾക്ക് തെറ്റിടണേ. പത്താമത്തത്, അബൈ സെഡ്, I will go to Surat tomorrow. ഏതാ ഓപ്ഷൻ ഓപ്ഷൻ എ കറക്റ്റ് ആണ്. I said that he would go to Surat the next day.
ഐ വിൽ എന്നുള്ളത് ഐ ആരെ സൂചിപ്പിക്കുന്നത് അഭയിനെയാണ്. അപ്പൊ അവിടെ അഭയ് പുരുഷനായതുകൊണ്ട് ഹി കൊടുത്തു. വില്ലിന് പകരം വുഡ് കൊടുത്തു. ഓക്കെ, പിന്നെ ഈ വില്ല് വുഡായ പിന്നെ വെർബിന്റെ മാറ്റം വരില്ല. ഓക്കെ, ടുമോറോ എന്നുള്ളത് നെക്സ്റ്റ് ഡേ. 11ാമത്തത്, ഇഫ് യു ഡോണ്ട് കീപ് ക്വയറ്റ് ഐ ഷാൽ ഷൂട്ട് യു, he said to her in a calm voice. ഏതാ വരാ? ഓപ്ഷൻ സി. ഓപ്ഷൻ സി, correct. He warned her calmly. ഇവിടെ ഓപ്ഷൻ എ നോക്കൂ, ടു കീപ് ക്വയറ്റ് കാംലി എന്നല്ല വരുന്നത്, മറിച്ച് അദ്ദേഹത്തിന്റെ വാണിംഗ് ആണ് കാം ആയിട്ടുള്ളത്. അപ്പൊ he warned her calmly that he would shoot her if she didn't keep quiet. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇവിടെ ഡോണ്ട് എന്നുള്ളത് എന്തായിട്ട് മാറി? ഡിഡിന്റ് എന്നായിട്ട് മാറി. ഓക്കെ, അടുത്തത് 12ാമത്തത്. 10th വണ്ടെ ആൻസർ ഒന്നും കൂടി പറയോ? 10th ഓപ്ഷൻ എ. ഓക്കെ. ഓപ്ഷൻ എ ട്ടോ. 11th ഓപ്ഷൻ സി. 12th വൺ. യെസ്. റേഞ്ച് കിട്ടിയില്ലായിരുന്നു ഇടയ്ക്ക്. 7ഉം 8ഉം ആൻസർ ഒന്ന് പറയോ? ആൻസർ പറയാം. 7 ഓപ്ഷൻ ബി ബോയ്, 8 ഓപ്ഷൻ എ. ഓക്കെ. ആൻസർ മിസ്സായാലും പ്രശ്നമില്ല, ലാസ്റ്റ് ഞാനൊക്കെ പറഞ്ഞു കേട്ടോ. ഒന്നുകൂടി ആൻസർ മാത്രം അങ്ങനെ പറഞ്ഞു. ലാസ്റ്റ് 12th ആണ്. The designer said to her, will you have the dress ready by tomorrow evening? ഏതാ? ഓപ്ഷൻ എ. ഓപ്ഷൻ എ സർ. ഓപ്ഷൻ എ കറക്റ്റ് ആണ്. The designer asked her, but will you have the dress ready by tomorrow evening എന്നുള്ളത് ഒരു ചോദ്യമാണ്. അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈഫ് ചേർത്തു. ഇവിടെ യു എന്നുള്ളത് ആരെയാണ് സൂചിപ്പിക്കുന്നത്? ഹെറിനെയാണ് അല്ലെ? ഇവിടെ ചോദ്യത്തിലുള്ള ആ പറയപ്പെടുന്നത് ഹെർ, അവളോടാണ്. അപ്പൊ ഷീ എന്നുള്ളതാണ് ഇവിടെ ചേർക്കേണ്ടത്. വിൽ യു ഹാവ് എന്നുള്ളതിന് പകരം യു ഓൾറെഡി നമ്മൾ എഴുതി, ഷീ എന്നുള്ള പകരം പിന്നെ വിൽ ഹാവ് എന്നുള്ളതിന് പകരം വുഡ് ഹാവ് എന്നാണ് കേട്ടോ. വിൽ എപ്പോഴും വുഡ്. പിന്നെ ആ ഹാവ് മാറ്റാൻ പാടില്ല. വിൽ ഹാവ് എന്നുള്ളതിന്റെ കൂടെ ഇപ്പൊ നമ്മൾ ഒരു ഫസ്റ്റത്തെ വേർഡ് മാത്രമേ മാറ്റുള്ളൂ. വില്ല് എന്നുള്ളത് മാറ്റിയിട്ട് വുഡ് എന്നാക്കും. ഷാൽ എന്നുള്ളത് ഷുഡ് എന്നാക്കും. അങ്ങനെ ഫസ്റ്റത്തെ വേർഡ് മാത്രമേ മാറ്റുള്ളൂ. അപ്പൊ ഓപ്ഷൻ എ ആണ് ശരി. 13th one, they said let us come in. ഏതാ വരാ? 13th one. ഓപ്ഷൻ ബി ആണ് സർ. ഡോഗ്. Dog. Okay. They requested me to let them come. Any doubt? No. Okay. ഇത് ഇംപെറേറ്റീവ് സെന്റൻസ് ആണ് കേട്ടോ. ലെറ്റ് us come in എന്ന് പറയുന്ന സമയത്ത് എന്താണ്? അതൊരു ഇംപെറേറ്റീവ് സെന്റൻസ് ആണ്. ഇംപെറേറ്റീവ് സെന്റൻസിൽ നമ്മൾ സാധാരണയായിട്ട് ടു ചേർക്കാണ് പതിവ്. ഓക്കെ, അത് വെർബ് കൊണ്ട് തുടങ്ങുന്ന സെന്റൻസിനെയാണ് നമ്മൾ ഇംപെറേറ്റീവ് സെന്റൻസ് പറയുന്നത്. ലെറ്റ് എന്നുള്ളത് ഇവിടെ വെർബാണ് കേട്ടോ. അടുത്തത് അതുപോലെ ഡോണ്ട് വെച്ച് തുടങ്ങുകയാണെങ്കിൽ നോട്ട് ടു എന്ന് ചേർക്കണേ, അതും ഇംപെറേറ്റീവ് സെന്റൻസ് തന്നെയാണ്. 14ാമത്തത്, രേഷ്മ said to Priya, why are you sketching on the wall? Option D. Dog. Dog, correct ആണ്. രേഷ്മ asked Priya why she was sketching on the wall. അപ്പൊ അവിടെ why are you എന്നുള്ളത് യു എന്നാണ്, നമ്മുടെ പ്രിയയാണ് സൂചിപ്പിക്കുന്നത് യു എന്നുള്ളത്. അപ്പൊ അതിന് പകരമായിട്ട് ഷീ എന്ന് ചേർക്കുക. ആർ വാച്ചിങ് എന്നുള്ളത് വാസ് വാച്ചിങ്. ഷീ എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് വാസ് ചേർക്കുക, അല്ലെങ്കിൽ പ്ലൂറൽ ആണെങ്കിൽ വേറെ ചേർക്കാൻ പറ്റും. ഓക്കെ, ഈസ് ആർ ആം എന്നുള്ളത് വാസും വേറുമായിട്ടാണ് മാറുക. 15th one, Jacob fell as he would have wished. Father said. Jacob fell as he would എന്നതാണ്. He would have, would ന്റെ ഷോർട്ട് ആക്കിയിട്ട് എഴുതിയ have wished. The father said. എന്താ വരിക? ഓപ്ഷൻ ബി ബോൾ. Yes. Boy. Option boy ആണ് ആൻസർ. The father said that Jacob had fallen
as he would have wished. Any doubt ഉണ്ടോ? will എന്നുള്ളത് ഓൾറെഡി നമ്മൾ എന്താവും? would എന്നാവും. ഓക്കെ, shall എന്നുള്ളതും റിപ്പോർട്ട് സ്പീച്ചിലേക്ക് വരുന്ന സമയത്ത് സബ്ജക്ട് മാറുന്നത് കൊണ്ട് would തന്നെയാണ് വരിക, should എന്നല്ല, would എന്നാണ് വരിക. ഞാൻ നേരത്തെ കാണിച്ചത്. പക്ഷെ would എന്നുള്ളതും should എന്നുള്ളതും ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നാൽ അത് റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ആ would തന്നെ വരിക. ഷുഡും വുഡും ഒക്കെ അങ്ങനെ തന്നെയാണ് വരിക. എന്താണോ തന്നിരിക്കുന്നത് അത് തന്നെ. മൈറ്റ് തന്നിട്ടുണ്ടെങ്കിൽ മൈറ്റ് തന്നെ വരിക. ഓക്കെ, ഷുഡ് തന്നിട്ടുണ്ടെങ്കിൽ ഷുഡ് തന്നെ വരിക. വില്ല് അല്ല വുഡ് തന്നിട്ടുണ്ടെങ്കിൽ വുഡ് തന്നെയാണ് വരിക. അതിന് മാറ്റാൻ നിൽക്കരുത്. ഹാഡ് തന്നിട്ടുണ്ടെങ്കിൽ ഹാഡ് തന്നെ വരിക. വെറും ഹാഡ് പ്ലസ് V3 തന്നാൽ ഹാഡ് പ്ലസ് V3 ആണ്. വെറും ഹാഡ് മാത്രമാണെങ്കിൽ ഹാഡ് എന്ന് വരും. 2 ഹാഡ് വരും. വെറും ഒരു സിംഗിൾ ഹാഡ് മാത്രമാണെങ്കിൽ 2 ഹാഡ് വരും. പറഞ്ഞോളൂ. ഡൗട്ട് ഉണ്ടോ? Okay, 16th one. Arya said to Tara, David will leave for his mother's place tomorrow. എന്താ? Option C. Option C. Correct ആണ്. Option C ആണ്. Arya told Tara that David would leave for his mother's place the next day. എന്തെങ്കിലും സംശയമില്ലല്ലോ? വില്ല് എന്നുള്ളത് would leave. ഓക്കെ, will leave എന്നുള്ളത് would leave. ഞാൻ പറഞ്ഞു വില്ല് പ്ലസ് V1 ആണ് ഇവിടെ തന്നത്. അപ്പൊ ഈ വില്ല് മാത്രമേ മാറുള്ളൂ, would എന്നാവും. പക്ഷെ V1 V2 ആക്കാൻ നിൽക്കരുത്. would leave for his mother's place the next day. 17th one. The professor said that nobody could solve the problem. ഏതാ? A. കറക്റ്റ് ആണ്. കറക്റ്റ് ആണ്. കാരണം the professor said nobody can solve the problem. അവിടെ ആൻസർ ആണ് തന്നിരിക്കുന്നത്. അതായത് ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ് തന്നത്, ഡയറക്റ്റിലേക്കാണ് മാറ്റേണ്ടത്. അപ്പൊ നോബഡി ക്യാൻ സോൾവ്. ക്യാൻ എന്നുള്ളതാണ് നമ്മൾ ആൻസറിൽ വരുന്ന സമയത്ത് ഗുഡ് ആയിട്ട് മാറുക. ക്യാൻ സോൾവ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. ക്യാൻ എന്നുള്ളത് മാറും, ഗുഡ് ആയിട്ട് മാറും. പക്ഷെ സോൾവ് എന്നുള്ളത് പിന്നെ മാറില്ല. കാരണം ഈ ഓക്സിലറി വെർബ് മാറിക്കഴിഞ്ഞാൽ പിന്നെ മെയിൻ വെർബ് മാറും. ഓക്കെ, ഇനി 17th one അല്ല പറഞ്ഞത്, 18th one. She said, why didn't you send a friend request to me? 18th one. ഏതാ ആൻസർ വരാ? Option B. Boy. അപ്പൊ ഓപ്ഷൻ ഡിക്ക് എന്താ പ്രശ്നമുണ്ടോ? ഡോഗിന് ഓപ്ഷൻ ഡി. അവിടെ ഓപ്ഷൻ ഡി അല്ലേ? കൊടുത്തിരിക്കുന്ന ആൻസർ ഓപ്ഷൻ ബി ആണ്, ബോയ് ആണ്. പക്ഷേ ഓപ്ഷൻ ഡി അല്ലേ? ഓപ്ഷൻ ഓപ്ഷൻ ഡി അല്ലേ? ഡോഗും ശരിയാണ്. ഞാൻ പറഞ്ഞിട്ട് ഇവിടെ വ്യത്യാസം ഈ ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും തമ്മിലുള്ള വ്യത്യാസം ആകെ എൻക്വയർഡും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻഡും മാത്രമേ ഉള്ളൂ. വേറെ ഒരു വ്യത്യാസവും ഇല്ലല്ലോ. വൈ ഐ ഹാഡ് നോട്ട് സെൻഡ് എ ഫ്രണ്ട് റിക്വസ്റ്റ് ടു ഹെർ, വൈ ഐ ഹാഡ് നോട്ട് സെൻഡ് എ ഫ്രണ്ട് റിക്വസ്റ്റ് ടു ഹെർ എന്നല്ലേ. പക്ഷെ ഇവിടെ നോക്കണം, ചോദ്യത്തിലേക്ക് നോക്കുക. ഏറ്റവും മോശം ഇങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ ഏത് എഴുതണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് നോക്കാം. ഇവിടെ നോക്കൂ. ഷീ സെഡ് വൈ ഡിഡ്ന്റ് യു സെൻഡ് എ ഫ്രണ്ട് റിക്വസ്റ്റ് ടു മീ എന്നാണ് ചോദ്യം അല്ലെ. വൈ ഡിഡ്ന്റ് യു സെൻഡ് എ ഫ്രണ്ട് റിക്വസ്റ്റ് ടു മീ, ഷീ സെഡ്. അപ്പൊ ഇവിടെ ഇതെന്താണ്? ഇതൊരു ചോദ്യമാണോ? ഒരാളെ ചോദ്യം ചെയ്യലാണോ? ഒരു എന്താണ് സാധാരണ ആയിട്ടൊരു അന്വേഷണമാണോ എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചാണ്. എന്താണത്? വൈ ഡിഡ്ന്റ് യു സെൻഡ് എ ഫ്രണ്ട് റിക്വസ്റ്റ് ടു മീ. ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചതാണോ അല്ലെങ്കിൽ ചോദ്യം ചെയ്തതാണോ? അത് മാത്രമേ നമുക്ക് അറിയാനുള്ളൂ. എന്താണ് നിങ്ങൾ എന്താ റിക്വസ്റ്റ് അയക്കാതിരുന്നത് എന്നുള്ളത് അയാളെ ചോദ്യം ചെയ്തതാണോ അല്ലെങ്കിൽ ഒരു അന്വേഷിച്ചതാണോ? രണ്ടും ആവാം സാറേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആൻസറിന് ഞാൻ ഓപ്ഷൻ ബിയും ഡിയും ശരിയായി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും. യെസ്. അടുത്തത് 19ാമത്തത്. The judge commanded them to call the accused in the court. 19th one. Option A. ഓപ്ഷൻ ഡി ആണ്. A അല്ല, dog. Okay. അതായത് the judge said to them, call the accused in the court. This judge പിന്നെ എന്തുകൊണ്ടാണ് ഓപ്ഷൻ എ തെറ്റിയത് എന്നറിയോ? കമാൻഡഡ് ദം എന്ന് കണ്ടില്ല അവിടെ? കമാൻഡഡ് ദം.
അപ്പൊ അവിടെ ദ ജഡ്ജ് സെഡ് എന്ന് മാത്രമേ കൊടുത്തുള്ളൂ. ഡം എന്നുള്ള വാക്ക് ഇവിടെ മിസ്സിംഗ് ആണ്. ഇത് ഡം എന്നുള്ളത് ഉത്തരത്തിലുള്ളത് കൊണ്ട് നമ്മൾ അവിടെ ഡം എന്നുള്ളത് ചോദ്യത്തിൽ വേണം. അപ്പൊ അവിടെ ദ ജഡ്ജ് സെഡ് ടു ദം ദം എന്നുണ്ട്. ഓക്കെ അല്ലേ? 20. The instructor asked Ronnie if he was ready for the race. ഓപ്ഷൻ എ. 20ാമത്തത് ഓപ്ഷൻ എ കറക്റ്റ് ആണ്. റോണി അറിയൂ. ഇതൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം കേട്ടോ, ചോദിക്കണേ. നോക്കണേ. ഓപ്ഷൻ ഡിയും കറക്റ്റ് അല്ലേ? ഓപ്ഷൻ ബി ആണോ? ഇവിടെ റോണി എവിടെ പോയി? ഓക്കെ. ആർ യു റെഡി ഫോർ ദ റേസ് റോണി എന്നുള്ളതില് ഇവിടെ ഒരു കോമന്റെ മിസ്സിംഗ് ഉണ്ടോ? റേസിന് ശേഷം, അതായത് ഒരാളെ വിളിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കോമ ഇട്ടിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഫസ്റ്റ് അതന്നെ നമ്മൾ സാധാരണയായിട്ട് ഫസ്റ്റാ കൊടുക്കുക. റോണി ആർ യു റെഡി ഫോർ ദ റേസ് അങ്ങനല്ലേ ചോദിക്കാം. ഇൻസ്ട്രക്ടർ ചോദിക്കുകയാണെങ്കിൽ റോണി ആർ യു റെഡി ഫോർ ദ റേസ് അങ്ങനെ ചോദിക്കാം. ഇങ്ങനല്ല ചോദിക്കാം, ആർ യു റെഡി ഫോർ ദ റേസ് റോണി. ഇനിയിപ്പോ അങ്ങനെ വിളിക്കുകയാണെങ്കിൽ തന്നെ അവിടെ റേസ് കഴിഞ്ഞിട്ട് ഒരു കോമ കൊടുക്കും. അവിടെ കോമ ഇല്ലാത്തത് കൊണ്ട് ആൻസർ റോങ് ആണ്. ഒന്ന് കോമ ഇല്ലാത്തത്, പിന്നെ ഏറ്റവും മോസ്റ്റ് ആയിട്ടുള്ള വരേണ്ടത് റോണി ഫസ്റ്റില് വരണം. ഓപ്ഷൻ ഡി ആണെങ്കിലോ? ഓപ്ഷൻ ഡി ആർ യു റെഡി ഫോർ ദ റേസ് സെഡ് ദ ഇൻസ്ട്രക്ടർ. റോണി ആർ യു റെഡി ഫോർ ദ റേസ്. ഓക്കെ. ഇവിടെ ഓപ്ഷൻ ഡിയില് സെഡ് എന്നുള്ളതാണ് കൊടുത്തത്. ഞാൻ പറഞ്ഞു മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എന്നുള്ളതാണ്. ഇവിടെ ആസ്ക്ഡ് എന്നുള്ളത് ഓൾറെഡി ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ എ കൊടുക്കാന്നേ ഉള്ളൂ. ചെറിയൊരു വ്യത്യാസമല്ലേ ഉള്ളൂ. ചില ക്വസ്റ്റ്യൻസ് അങ്ങനെ കാണാറുണ്ടല്ലോ, സെഡ് ഇൻസ്ട്രക്ടർ, പിന്നെ നമ്മൾ മാറ്റി കൊടുക്കണം. അതേ പറഞ്ഞതേ ഉണ്ട്, അത് ശരിയാണ്. പക്ഷേ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സാധനം ഇവിടെ ഉണ്ടല്ലോ, ആസ്ക്ഡ് എന്നുള്ളത്. പിന്നെ നമ്മൾ സെഡിലേക്ക് പോകണോ? ഓൾറെഡി ചോദിച്ചു എന്നുള്ള ഒരു ചോദ്യം ഉണ്ട്, പിന്നെ പറഞ്ഞു എന്നുള്ളതിന് അതിലേക്ക് പോകണോ എന്നുള്ളതാണ്. ഇനിയിപ്പോ നമ്മളിപ്പോ ഈ ആസ്ക്ഡ് എന്നുള്ളത് ഇവിടെ ഇല്ലെങ്കിൽ ഈ സെഡ് ആണ് ശരി, സെഡ് ഇൻസ്ട്രക്ടർ. അപ്പൊ അതേ പറഞ്ഞത് ഈ ചോദ്യത്തിലുള്ള ഒരു ഇതാണത്, ട്വിസ്റ്റ് ആണ്. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എന്നുള്ള വാക്കാണ് അവരെടുക്കുക. അപ്പൊ ആൻസർ നമുക്ക് ഓപ്ഷൻ എ ആണ് കൊടുക്കുക. ഓക്കെ. ഈ ഓപ്ഷൻ ഡി തെറ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. ഓപ്ഷൻ ഡി കറക്റ്റ് തന്നെയാണ്. പക്ഷെ ഇതില്ലെങ്കിൽ, ഓപ്ഷൻ എ ഇല്ലെങ്കിൽ. 21. മാനേജർ സെഡ് ടു ശേഖർ, why didn't you attend yesterday? ഓപ്ഷൻ സി. Correct. The manager asked Shagar why he had not attended the meeting the day before. Okay, yesterday എന്നുള്ളത് the day before ആയിട്ട് മാറുന്നു. Didn't you എന്നുള്ളത്, didn't attend എന്നുള്ളത് hadn't attended. അപ്പൊ ഞാൻ പറഞ്ഞു did എപ്പോഴും had ആയിട്ട് മാറും. attend ഈ did plus v1 എന്ന് പറഞ്ഞാൽ v2 തുല്യമാണ്. did plus v1 എന്ന് പറഞ്ഞാൽ v2 തുല്യമാണ്. v2 നമ്മൾ മാറ്റുന്ന സമയത്ത് had plus v3 ആയിട്ട് മാറും. 22ാമത്തത്, I asked my sister if she had returned the mobile phone to her friend. ഓപ്ഷൻ എ. ആപ്പിൾ. Yes, correct ആണ്. Option A. I said to my sister, have you returned the mobile phone to your friend? Okay, if she had, ഇവിടെ have plus v3 ആണുള്ളത്. അവിടെ had plus v3 വന്നു. ഞാൻ പറഞ്ഞു സബ്ജക്ട് ഫസ്റ്റിലേക്ക് വരണം, ഷീ എന്നുള്ളത്. പിന്നെ റിപ്പോർട്ട് സ്പീച്ചിലായതുകൊണ്ട് സബ്ജക്ട് ഫസ്റ്റിലേക്ക് വന്നു. അത് നമ്മുടെ ഡയറക്റ്റ് സ്പീച്ചിലാവുമ്പോൾ ഓക്സിലറി വെർബിന്റെയും മെയിൻ വെർബിന്റെയും ഇടയിലാണ് സബ്ജക്ട് വരുന്നത്. അപ്പൊ അവിടെ ഹാവ് യു റിട്ടേൺഡ് ദ മൊബൈൽ ഫോൺ ടു യുവർ ഫ്രണ്ട്. 23. She requested the interviewer to repeat the question. എന്താ? ഓപ്ഷൻ സി. സി ആണോ? ഓപ്ഷൻ ഡി ആണ്. ബോയ്. ബോയ് ആണോ? ഡി. അങ്ങനെ ബോയ് ആണോ? ഓപ്ഷൻ ഡി. ഓപ്ഷൻ എ എന്തുകൊണ്ടായിക്കൂടാ? She requested the interviewer to repeat the question. Okay. അപ്പൊ അവിടെ ശ്രദ്ധിക്കാനുള്ളത്
റിക്വസ്റ്റ് എന്നുള്ള വാക്കിലുണ്ട് പ്ലീസ് എന്നുള്ള വാക്ക്. അപ്പൊ ചോദ്യത്തിൽ എന്ത് വരണം? പ്ലീസ് എന്നുള്ളൊരു വാക്ക് വരണം. അതെല്ലാ ആൻസറിലും ഉണ്ടല്ലോ പ്ലീസ് എന്നുള്ള വാക്ക്. പിന്നെ നോക്കണം, കുഡ് യു പ്ലീസും പ്ലീസും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് നോക്കാം. കുഡ് യു പ്ലീസ് എന്ന് പറഞ്ഞാൽ വളരെ ഹമ്പിൾ ആയിട്ടുള്ള റിക്വസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെ ഒരു ഹമ്പിൾ ആയിട്ട് റിക്വസ്റ്റ് ചെയ്തതായിട്ട് പറഞ്ഞിട്ടുണ്ടോ ചോദ്യത്തില്? ഇല്ല. അപ്പൊ അതുകൊണ്ട് അവിടെ കുഡ് യു പ്ലീസിന്റെ ആവശ്യമില്ലല്ലോ, വെറും റിക്വസ്റ്റ് അല്ലേ. അപ്പൊ റിക്വസ്റ്റിന് നമുക്ക് പ്ലീസ് എന്ന് കൊടുത്താൽ മതി. പ്ലീസ് റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ ഷീ ആസ്ക്ഡ് ദ ഇന്റർവ്യൂവർ. പോരെ? റിക്വസ്റ്റ് അല്ലേ? ഇതൊരു റിക്വസ്റ്റ് അല്ലേ? അതെ, റിക്വസ്റ്റ് ആണ്. അപ്പൊ ആസ്ക് പറ്റുമോ? അതന്നെ ആൻസറിൽ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ആൻസറിൽ വരുന്ന സമയത്ത് ഈ പ്ലീസ് എന്നുള്ള വാക്കിന് പകരം നമ്മൾ ആൻസറിൽ റിക്വസ്റ്റ് എന്ന് വരും. ആസ്കിന് മനസ്സിലായോ? അവിടെ ആ പ്ലീസ് എന്നുള്ളത് ഒഴിവാകും. ആ റിക്വസ്റ്റ് എന്നുള്ള വാക്കിലുണ്ട് പ്ലീസ് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഓപ്ഷൻ എ ശരിയാവുന്നത്. പിന്നെ കുഡ് യു പ്ലീസ് എന്നുള്ളത് ചേർക്കേണ്ട ആവശ്യമില്ല. അത് ഹംബ്ലി റിക്വസ്റ്റഡ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ആ കുഡ് യു പ്ലീസ് കൊടുത്തത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയൂ സർ. എന്താണ് 22ാമത്തെ ക്വസ്റ്റ്യൻ? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ ഒന്നുകൂടെ. 20 സെക്കൻഡ് ആണോ? I asked my sister if she had returned the mobile phone to her friend എന്നുള്ളതാണ് അതിന്റെ ആൻസർ കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ്. അവിടെ I said to my sister. ഓക്കെ, പിന്നെ നോക്കൂ, have you returned the mobile phone to your friend എന്നുള്ളത്. അപ്പൊ അവിടെ പിന്നെ ഒരു ചോദ്യ രൂപത്തിലാണ് വരുന്നത്. റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റുന്ന സമയത്ത് ഈഫ് അല്ലെങ്കിൽ വെദർ ചേർത്തിട്ടുണ്ടെങ്കിൽ ചോദ്യത്തില് അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരിക്കും. അവിടെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ആകുന്ന സമയത്ത് അതിന്റെ ഓക്സിലറി വെർബ് ആദ്യം വരുന്നു, പിന്നീട് സബ്ജക്റ്റ് വരുന്നു. ഇവിടെ ഓക്സിലറി വെർബ് ആദ്യം വന്നു. ഇവിടെ ഹാഡ് റിട്ടേൺഡ് എന്നുള്ളതിൽ ഓക്സിലറി വെർബ് നമ്മള് ഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ഹാവ് റിട്ടേൺഡ് എന്നാ പറയാം അല്ലെ. ഹാവ് റിട്ടേൺഡ് എന്നുള്ളത് ഹാഡ് റിട്ടേൺഡ് എന്നായിട്ട് മാറുന്നു. അപ്പൊ ഓൾറെഡി നമുക്ക് ആൻസറിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ഹാഡ് റിട്ടേൺഡ് എന്നുള്ളതിൽ ഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ഹാവ് റിട്ടേൺഡ് എന്നാവുന്നു. പിന്നെ അതിന്റെ ഇടയിലാണ് നമ്മൾ സബ്ജക്റ്റ് വരുന്നത്. അപ്പൊ ഷീ എന്നുള്ളത് സൂചിപ്പിക്കുന്നത് ഹാവ് യു റിട്ടേൺഡ് എന്നുള്ളതാണ്. യു എന്നുള്ളതാണ് നമ്മൾ ഇൻഡയറക്റ്റിലേക്ക് മാറ്റിയ സമയത്ത് ഷീ എന്നുള്ളത് കിട്ടി. അല്ലേ ഇവിടെ യു എന്നുള്ളത്. പക്ഷെ ഈ ഷീ എന്നുള്ളത് ഇവിടെ ഫസ്റ്റ് വരാൻ കാരണം അത് റിപ്പോർട്ട് സ്പീച്ച് ആയതുകൊണ്ടാണ്. റിപ്പോർട്ട് സ്പീച്ചിൽ എപ്പോഴും സബ്ജക്റ്റ് ആദ്യം വരും. ചുരുക്കി പറഞ്ഞാൽ അവിടെ മാറ്റങ്ങൾ ഇത്രയേ ഉള്ളൂ. ഹാഡ് റിട്ടേൺഡ് എന്നുള്ളത്, അതായത് റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റിയ സമയത്ത് ഹാഡ് റിട്ടേൺഡ് എന്നായി, എന്നാൽ ഡയറക്റ്റ് സ്പീച്ചിൽ ഹാവ് റിട്ടേൺഡ് എന്നായിരുന്നു. പിന്നെ ഷീ എന്നുള്ളത് നമ്മള് ഡയറക്റ്റ് സ്പീച്ചിൽ യു എന്നുള്ളതാണ്. യു എന്നുള്ളതാണ് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ഷീ എന്നായിട്ട് മാറിയത്. അത്രേ ഉള്ളൂ. പിന്നെ അതിന്റെ സബ്ജക്റ്റിന്റെ അറേഞ്ച്മെന്റ് ആണ്. സബ്ജക്റ്റ് ആദ്യം വരുന്നു റിപ്പോർട്ട് സ്പീച്ചിൽ, അത് ഡയറക്റ്റ് സ്പീച്ചിൽ സബ്ജക്റ്റ് ഓക്സിലറി വെർബിന് ശേഷം വരുന്നു. ഏതില്? യെസ് ഓർ നോ ക്വസ്റ്റ്യനില്. ക്ലിയർ ആയോ? Yes sir, yes sir. 23 പറഞ്ഞു. 24 അല്ലേ? Yes. Be calm and listen to my speech, she said. ഓപ്ഷൻ ഡി ഡോഗ്. ഓപ്ഷൻ സി. C ആണ് correct ട്ടോ. ഓപ്ഷൻ C. Be calm and listen to my speech, she said. She urged them to be calm and listen to her speech. Okay, വേറെ എന്തെങ്കിലും ആൻസർ നിങ്ങളെ മനസ്സിലുണ്ടോ? സർ ഡി ഡോഗ്. ഓപ്ഷൻ ഡി ശരിയാണോ സർ? To be അത് നമുക്ക് ഇവിടെയും നേരത്തെ നമ്മൾ പറഞ്ഞ അത് സംഭവമാണ്. ആസ്കും ഏർജും തമ്മിലുള്ള വ്യത്യാസം മാത്രമേ. അപ്പൊ അവരോട് എന്താണ് ഒരു വ്യക്തിയോട് പറയണേ, നിങ്ങൾ നിശബ്ദരായി എന്റെ പ്രസംഗത്തിലേക്ക് ശ്രദ്ധിച്ചിരിക്കൂ എന്ന് പറയണം. അത് പറയുകയാണോ അതോ പിന്നെ അഭ്യർത്ഥിക്കുകയാണോ ചെയ്യുന്നത്? ഏർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു എന്താ പറയാ, കുറച്ചും കൂടി ഒരു കർശനമായിട്ട് പറയാണോ ചെയ്യുന്നത്? ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഒന്ന് സാധാരണ പറയലും ഒന്ന് കുറച്ചുകൂടി കർശനമായിട്ട് പറയണം.
പക്ഷെ ക്വസ്റ്റ്യനില് ഷീ സെഡ് എന്നല്ലേ ഉള്ളൂ. ഷീ സെഡ്. അത് ആൻസറിൽ മാറുമല്ലോ. ഇമ്പരേറ്റീവ് സെന്റൻസ് റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റുമ്പോ ആ റിപ്പോർട്ടിംഗ് വെർബ് ചോദ്യത്തിന്റെ മൂഡിനനുസരിച്ച് മാറും. ചോദ്യത്തിന്റെ മൂഡ് എന്താ അതില്? ബി കാം ആൻഡ് ലിസൺ ടു മൈ സ്പീച്ച്. നിശബ്ദരായി എൻ്റെ പ്രസംഗത്തിലേക്ക് കേൾക്കുമെന്നാണ്. അങ്ങനെ ഒരാൾ പറയണമെങ്കിൽ അയാളുടെ വാക്കിന്റെ മൂഡ് എന്തായിരിക്കും എന്നുള്ളതാണ് നോക്കേണ്ടത്. അയാളുടെ ആ ഒരു വാക്കിന്റെ മൂഡ്. അയാള് പിന്നെ ദേഷ്യം പിടിച്ചിട്ടാണോ പറയണത്, അതോ സാധാരണ അങ്ങോട്ട് പറയാണോ? അപ്പൊ ഒരാൾ ശബ്ദം ഉണ്ടാക്കുന്ന സമയത്തല്ലേ ശബ്ദം ഉണ്ടാക്കരുത് എന്ന് പറയാൻ പറ്റുള്ളൂ. ശബ്ദമില്ലാത്തൊരവസ്ഥയിൽ പിന്നെയും പറയാൻ പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് ഏർജ്ഡ് എന്നുള്ളതാണ് കുറച്ചും കൂടി കറക്റ്റ് അല്ലേ? നീ ഏർജ്ഡ് അവിടെ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ആസ്ക്ഡ് കൊടുക്കാമായിരുന്നു. രണ്ടും ഏകദേശം കറക്റ്റ് അല്ലേ? ഏകദേശം കറക്റ്റ് ആണ്. ഞാൻ പറഞ്ഞേ മോസ്റ്റ് അപ്രോപ്രിയേറ്റ്. സർ, ആസ്ക്ഡ് എന്നുള്ള വാക്കിന് ഇപ്പൊ അങ്ങനെ ദേഷ്യം പിടിച്ച് പറയാന്നുള്ള ഒരു അർത്ഥം ഇല്ലല്ലോ, സാറ് പറഞ്ഞ പോലെ. പിന്നെ അതുപോലെ തന്നെ ഇതിലിപ്പോ ശബ്ദം ഇല്ലാന്ന് അവരുടെ ശബ്ദം ഇല്ല എന്നുള്ള ഒരു മീനിങ് നമുക്ക് കിട്ടുന്നില്ലല്ലോ. ബി കാം അവിടെ ഓൾറെഡി ശബ്ദം ഉണ്ടായിരുന്നില്ലെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. ഉണ്ട്, അവിടെ നമുക്ക് അറിയുന്നുണ്ട്. ശബ്ദം ഉണ്ടായിട്ടാണ് അയാളോട് ശബ്ദം ഉണ്ടാക്കരുത് എന്ന് പറയുന്നത്. നമ്മൾ ശബ്ദം കുട്ടി ക്ലാസ്സിലേക്ക് നമ്മൾ ക്ലാസ്സുകളിലേക്ക് കയറിയ സമയത്ത് കുട്ടികളൊന്നും ശബ്ദം ഉണ്ടാക്കാതെ വെക്കാണ്. ഉണ്ടാതിരിക്കുന്നു പറയാൻ പറ്റുമോ നമുക്ക് കുട്ടികളോട്? അപ്പൊ കുട്ടികൾ ശബ്ദം ഉണ്ടാക്കുന്നുണ്ടെന്നാണ് അർത്ഥം. അപ്പൊ അവിടെ ഏർജ്ഡ് എന്നുള്ളതാണ് കുറച്ചും കൂടി ആപ്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി മറ്റൊന്ന് തെറ്റാണെന്നല്ല, ഞാൻ പറഞ്ഞല്ലേ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എന്നുള്ളതാണ്. ഓക്കെ, അടുത്തലേക്ക് പോവാ. 25th. ഇതിന്റെ ആൻസർ ഏതാ കൊടുത്തത് നമ്മള്? 24th വൺ സി ആണ് കൊടുത്തത് കേട്ടോ. She urged them to be calm and listen to her. 23 അതായിരുന്നു ആൻസർ. 23A ആണ്. 25th, Oreo said, all right, yes, you were right and I was wrong. Option A അല്ലേ സർ? A, correct. Oreo admitted that I had been right and he had been wrong. Correct. Okay. You were right എന്നുള്ളത് ഈ വാസ് ആണെങ്കിലും വേർ ആണെങ്കിലും നമ്മൾ ഹാഡ് ബീനിലേക്കാണ് മാറ്റേണ്ടത്. ചോദ്യത്തില്, അതായത് റിപ്പോർട്ട് സ്പീച്ചിലെ ചോദ്യത്തില് വാസും വേറും ഹാഡ് ബീൻ എന്നായിട്ട് മാറും. അപ്പൊ അവിടെ വേറാണ്. അപ്പൊ യു വേർ റൈറ്റ് എന്നുള്ളത് യു എന്നതിനെ സൂചിപ്പിക്കുന്നത് ഓറിയോ തന്നെയാണ്, ഐ തന്നെയാണ്. ഇവിടെ ഐ, വേർ എന്നുള്ളത് ഹാഡ് ബീൻ ഐ റൈറ്റ്. ആൻഡ് ഇവിടെ ഐ എന്നുള്ളത് സൂചിപ്പിക്കുന്നത് നമ്മുടെ മറ്റൊരു വ്യക്തിയാണ്. അപ്പൊ ആ വ്യക്തി ഹി ആവാം, ഷി ആവാം. അപ്പൊ നമുക്ക് ഹി ആയിട്ട് എടുക്കാം. ഓക്കെ, പിന്നെ വാസ് എന്നുള്ളത് ഹാഡ് ബീൻ ഐ റോങ്. ഓക്കെ, അപ്പൊ വാസും വേറും നമ്മൾ ഹാഡ് ബീൻ എന്നാണ് കൊടുക്കേണ്ടത്. ഇനി 26th, ഇതൊക്കെ ഈസി ആയിട്ട് പറയാം, വേഗം പറഞ്ഞു പോവാം. 26th എന്താ ആൻസർ വരാ? ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബോയ് ആണോ? ബോയ് കറക്റ്റ് ആണ്. സൗണ്ട് ശ്രദ്ധിക്കണേ. ഓക്കെ, അടുത്തത് 27th, you do go to school. ഓപ്ഷൻ സി, don't you. കറക്റ്റ് ആണ്. 28th, let's go for a walk. ഓപ്ഷൻ എ, shall we. കറക്റ്റ് ആണ്. shan't we എന്ന് പറഞ്ഞ ആൻസർ വരില്ല കേട്ടോ ഉത്തരത്തില്. 29, we won't be late. will we. will we കറക്റ്റ് ആണ്. nobody called. did they. കറക്റ്റ് ആണ്. 31, ഇനി ഒരു മിസ്റ്റേക്കും കൂടി ചെറിയത് വരാനുണ്ട് കേട്ടോ. അപ്പൊ അത് ഞാൻ പറഞ്ഞല്ലേ, ചെറിയൊരു മിസ്റ്റേക്ക് വരാനുണ്ട്, ചോദ്യത്തിലുള്ള മിസ്റ്റേക്ക് ആണ്. they will wash the car. won't they. ഓപ്ഷൻ ബി, won't they കറക്റ്റ് ആണ്. 32, we must lock the doors. mustn't we.
Mustn't we? Option C correct ആണ്. Mustn't we? 33. I am right. Aren't I? Aren't I? Option C correct ആണ്. 34. So you bought a car. Sir, അവിടെ Wrong. നമ്മുടെ didn't A അല്ലേ വന്ന് വരിക? A didn't you അല്ലേ വരിക? ആൻസർ ഞാൻ പറഞ്ഞല്ലോ ഒരു മിസ്റ്റേക്ക് വരാണ്ട്, അത് ഇതാണ് കേട്ടോ. അതായത് വേറിന്റ് യു അല്ല, ഡിഡിന്റ് യു ആണ്. അപ്പൊ നിങ്ങള് ഇതില് ആൻസർ എഴുതേണ്ടത് ഡിഡിന്റ് യു. അത് അറ്റൻഡ് ചെയ്തിട്ടില്ല. അറ്റൻഡ് ചെയ്യാത്തവർക്ക് മാർക്ക് കൊടുക്കാം കേട്ടോ. ഇപ്പൊ ഇതില് തെറ്റുത്തരം എഴുതിയവർക്ക് മാർക്ക് ഇല്ല കേട്ടോ. സർ ഓപ്ഷൻ എ തിരുത്തി എഴുതിയെങ്കിൽ മാർക്ക് ഇടാവോ? ഡിഡിന്റ് യു എന്ന് കൊടുത്താലും ശരിയാക്കാം. അതായത് തിരുത്തി എഴുതിയാലും ഡിഡിന്റ് അല്ലേ വരുള്ളൂ. അപ്പൊ അറ്റൻഡ് ചെയ്തവര്, അതായത് ഇത് ഇതേപോലെ ഓപ്ഷൻ മാത്രം എഴുതി വെച്ചവർക്ക് തെറ്റാണ്, തിരെ എഴുതാത്തവർക്ക് മാത്രം. അത് അറ്റൻഡ് ചെയ്തില്ല. യു എന്ന് എഴുതിയവർക്ക് മാർക്ക് ഇടാമോ? ഡിഡിന്റ് യു എന്ന് എഴുതിയവർക്ക് മാർക്ക് ഇടും. ഓക്കെ. ഓപ്ഷൻ എഴുതണമെന്നില്ല. 35. You wouldn't like to invite my dad. Would you? Would you? Correct. Would you? Okay. ഇനി അടുത്തത് complete the sentence with the correct question tags. ഇവിടെ നോക്കൂ, Mr. McGuinness is from Ireland. Isn't he? Isn't he? Correct ആണ്. 37. The car isn't in the garage. Is it? Is it? Correct ആണ്. You are John. Aren't you? Aren't you? Aren't you? Correct ആണ്. She went to the library yesterday. Didn't she? Didn't she? Correct ആണ്. He didn't recognize me. Did he? Did he? Correct ആണ്. Cars pollute the environment. Don't they? Don't they? Correct ആണ്. Mr. Pritchard has been to Scotland recently. Hasn't he? Hasn't he? ഇനിങ്ങനെ hasn't he been എന്ന് എഴുതിയാൽ തെറ്റാട്ടോ. വെറും hasn't he എന്ന് തന്നെ എഴുതിയവർക്ക് മാത്രമേ മാർക്കുള്ളൂ കേട്ടോ. അടുത്തത് 43. The trip is very expensive. Isn't it? It's correct ആണ്. He won't tell her. Will he? Will he? Correct ആണ്. Hug had a red car. Hadn't he? Hadn't he? Correct ആണ്. She's a doctor. Isn't she? Isn't she? Yesterday was so much fun. Wasn't it? Wasn't it? Correct ആണ്. He isn't here. Is he? Is he? Correct ആണ്. The trains are never on time. Aren't they? Aren't they? Correct. Are they അല്ലേ സർ? Are they? Nobody has called for me. Have they? Had they? Have they ആണ്. Have they? Have they? Has they എന്ന് പറയില്ല. Theyന്റെ കൂടെ നമ്മൾ has ഉപയോഗിക്കാൻ പാടില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. നമ്മള് നോബഡി വന്നാൽ ദേ എന്നുള്ള സബ്ജക്റ്റ് ആണ് ഉപയോഗിക്കുക. അതിന്റെ കൂടെ നമ്മൾ ഈ ഹാസ് എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല. അതിന്റെ കൂടെ ഹാവ് ഉപയോഗിക്കുക. അതിന്റെ പ്ലൂറൽ ഫോം ആണ് ഉപയോഗിക്കുക. അപ്പൊ ആൻസർ ഹാവ് ദേ. പിന്നെ നോബഡി എന്നുള്ള നെഗറ്റീവ് ഓൾറെഡി ഇവിടെ ഉണ്ട്. Sir, 45ന്റെ ആൻസർ എന്താ സർ? 45. Hug had a red car. Hadn't he? Hadn't he? ഇനിയിപ്പോ hadn't she, ഈ ഹഗ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ പെണ്ണുണ്ടോ? സ്ത്രീ ഇല്ലല്ലോ. അതുകൊണ്ട് hadn't he നോക്കുക കേട്ടോ. 51. ഓപ്പോസിറ്റ് വോയിസിലേക്ക് എഴുതാനുള്ളതാണ്. Never disobey your elder. Option C ആണോ sir? Do not disobey your elders now. Option C തെറ്റാണ്. ഓപ്ഷൻ ബി ബോയ്. Option B. You are ordered not to disobey your elders. You are not to disobey your elders. Yes. Option B. Boy. You are ordered not to disobey your elders. ഇവിടെ യു ആർ ഓർഡേർഡ് എന്ന് പറയുന്ന ഈ സ്ഥലത്താണ് നമ്മുടെ പാസീവ് വോയിസ് ആക്കി മാറ്റിയത്. യു ആർ ഓർഡേർഡ് എന്ന് പറഞ്ഞാൽ തന്നെ പാസീവ് വോയിസ് ആയിട്ട് മാറി അല്ലേ? ഓക്കെ, അതായത് അല്ലെങ്കിൽ യു ആർ റിക്വസ്റ്റഡ്, യു ആർ ഓർഡേർഡ്,
യു ആർ കമാൻഡഡ് എന്നൊക്കെ പറയുന്ന സമയത്ത് അത് പാസീവ് വോയിസ് ആയിട്ട് മാറും. ഓക്കെ, ഇവിടെ ഡു നോട്ട് ഡിസോബേ എന്ന് പറയുന്നത് ആക്റ്റീവ് വോയിസ് ആണ് കേട്ടോ, പാസീവ് വോയിസ് അല്ല. ഡു നോട്ട് ഡിസോബേ എന്ന് പറയും. 52 ഇതെന്താ ക്വസ്റ്റ്യൻ സാറേ? ഏ അത് ക്വസ്റ്റ്യൻ സാറാ, ക്വസ്റ്റ്യൻ മനസ്സിലായില്ലല്ലോ. ഇത് ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. 51 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നെവർ ഡിസോബേ യുവർ എൽഡർ. നിങ്ങളുടെ മുതിർന്നവരെ നിങ്ങൾ ഒരിക്കലും ഡിസോബേ ചെയ്യരുത്, അനുസരിക്കാതിരിക്കരുത് എന്നുള്ളത്. അപ്പൊ അവിടെ നിങ്ങളാണ് സബ്ജക്റ്റ്, യു ആണ് സബ്ജക്റ്റ്, യുവർ എൽഡർ ആണ് ഓബ്ജക്റ്റ്. അപ്പൊ അത് പാസീവിലേക്ക് മാറ്റുന്ന സമയത്ത് നിങ്ങൾ എന്താക്കണം? ഒബ്ജക്റ്റ് ആയിട്ട് മാറ്റണം. ഓക്കെ, നിങ്ങൾ അതായത് സബ്ജക്റ്റിന് ഒബ്ജക്റ്റ് ആയിട്ട് മാറ്റണ്ടേ. അപ്പൊ അവിടെ യു ആർ ഓർഡേർഡ് എന്ന് പറയുന്ന സമയത്ത് ഈ സബ്ജക്റ്റ് നിങ്ങൾ പറയപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ സബ്ജക്റ്റ് അല്ല, നിങ്ങൾ അവിടെ ഒബ്ജക്റ്റ് ആയിട്ട് മാറണം. യു ആർ ഓർഡേർഡ്. മറ്റൊരു ഉദാഹരണം പറയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, യു ഗോ ടു ദ മാർക്കറ്റ് എന്ന് പറയുന്ന സമയത്ത് സബ്ജക്റ്റ് യു ആണ്. അപ്പൊ അവിടെ പ്രവൃത്തി ചെയ്യുന്നത് യു ആണ്. എന്നാൽ യു ആർ റിക്വസ്റ്റഡ് ടു ഗോ ടു ദ മാർക്കറ്റ് എന്ന് പറയുന്ന സമയത്ത് അവിടെ സബ്ജക്റ്റ് നിങ്ങളല്ല, മറിച്ച് നിങ്ങളോട് ആരോ റിക്വസ്റ്റ് ചെയ്യുകയാണ് എന്ത്, മാർക്കറ്റിലേക്ക് പോകണം എന്നുള്ളത്. അപ്പൊ അവിടെ യു എന്നുള്ളത് ഒബ്ജക്റ്റ് ആയിട്ട് മാറും. ചുരുക്കി പറഞ്ഞാൽ യു ആർ ഓർഡേർഡ്, യു ആർ റിക്വസ്റ്റഡ്, യു ആർ അഡ്വൈസ്ഡ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാസീവ് വോയിസ് ആണെന്നാണ്. 52 the students were listening to the teacher. Option C. Option C, the teacher was listening to by the students ആണോ? The teacher മിസ്റ്റേക്ക് ഉണ്ടോ അതിൽ? ആൻസർ ഒന്നും കുഴപ്പമുണ്ടോ? ഇല്ല. ഓപ്ഷൻ ഡി വാസ് ബീയിങ് ലിസൺഡ് അല്ലേ വരേണ്ടത്? was ബീയിങ് വേണ്ട സാറേ. നിങ്ങളുടെ ആൻസർ അതിലില്ല. ആൻസറില് ഓപ്ഷൻ ഡി ആണ് വരേണ്ടത് അല്ലേ? യെസ്, സ്റ്റുഡൻസ് were listening to the teacher എന്നുള്ളതിന് പകരം നമ്മൾ ആൻസർ കൊടുക്കേണ്ടത് the teacher was being listened എന്ന് പറഞ്ഞു. The teacher was being listened by the students എന്ന് പറഞ്ഞു. അപ്പൊ ആൻസർ സി അല്ല, മറിച്ച് ചെറിയൊരു മാറ്റം വരുത്തണ്ട. അപ്പൊ ആ ആൻസർ അവിടെ എഴുതി വെച്ചാൽ മതി കേട്ടോ. ഇത് അറ്റൻഡ് ചെയ്യാത്തവർക്ക് മാർക്ക് കൊടുക്കണേ. The teacher was being listened to എന്നുള്ളത് ഒഴിവാക്കരുതേ. was being listened to by the students അങ്ങനെ പറഞ്ഞു. The teacher was being listened to by the students. 52 അല്ലേ? Okay. 53. അതുണ്ടല്ലോ, ആൻസർ ഉണ്ടല്ലോ ഇതില്. ഓ, ഞാൻ വിചാരിച്ചു ബീയിങ് ഇല്ലല്ലോ. ബീയിങ് ഇല്ല, അത് ബീയിങ് ഇല്ല. അപ്രോപ്രിയേറ്റ് ചെയ്തോ? ഓക്കെ, കറക്റ്റ്. 53. I have to do it. Option C. It has to be done by me. 53 അല്ലേ? ഓപ്ഷൻ സി കറക്റ്റ് ആണ്. It has to be done by me. അപ്പൊ I have to do എന്നുള്ള I എന്നുള്ള സബ്ജക്റ്റ് ആണ്, it എന്നുള്ള ഒബ്ജക്റ്റ് ആണ്. ഈ ഒബ്ജക്റ്റിനെ കുറിച്ച് ഫസ്റ്റിലേക്ക് കൊണ്ടുവന്നു. ഇറ്റ് ഹാവ് ടു ഡു എന്നുള്ളത് ഇറ്റിന്റെ കൂടെ ഹാസ് ടു എന്നുള്ളതാണ് വരിക. ടു ഡു എന്നുള്ളതിന് പകരം ടു ബി ഡൺ എന്നുള്ളതാകുന്ന സമയത്തെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറുള്ളൂ. ബി ഡൺ, ടു ഡു എന്നുള്ളതിന് പകരം ബി ഡൺ ബൈ മീ. സർ ഹലോ സർ. സർ 52ന്റെ ആൻസർ എന്താ? 52ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അത് ചെറിയൊരു വ്യത്യാസം വെക്കണം. അല്ല സർ, ഡി മാർക്ക് ചെയ്താല് ശരിയാണോ? അങ്ങനെയല്ല, അവിടെ ബീങ് ഇല്ലാത്തോണ്ട് അത് മാർക്ക്, വേറെ ഒന്നും അല്ലാത്തോണ്ട് ഡി മാർക്ക് ചെയ്തതാ. അത് അറിയായിരുന്നു ബീങ് ഉണ്ടെന്ന്. പക്ഷെ ഒരു ബീങ് ചേർത്താം. 54 അല്ലേ സർ? ഹലോ, ഓക്കെ. 54 സർ അല്ല, അതിന്റെ ആൻസർ 4 ഓപ്ഷൻസ് അതിന്റെ ആൻസർ അല്ലല്ലോ എന്ന് പറഞ്ഞതാണ്. ഇതിന്റെ ആൻസർ അല്ല, പക്ഷെ ഒരു ബീയിങ് അതിൽ ഉണ്ടെങ്കിലേ നമുക്ക് ആൻസർ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത്
ചിലപ്പോ അതിൽ ശ്രദ്ധിക്കാതെ അങ്ങനെ എഴുതി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊടുത്തൂടെ? കൊടുക്കണം. എന്താ അഭിപ്രായം? നമ്മളാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ആൻസർ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, വേണ്ടെങ്കിൽ വേണ്ട. PSC കൊടുക്കാറുണ്ടോ സർ? ഓക്കെ, അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി എഴുതവർക്ക് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത് ചോദ്യത്തിലുള്ള ഒരു മിസ്റ്റേക്ക് ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ വാശിക്കാൻ പറ്റൂല, അപ്പൊ അതുകൊണ്ടാണ്. ഓക്കെ, 53 അടുത്തതാണ്. 53 ഓപ്ഷൻ സി ആണ്, അത് നമ്മൾ പറഞ്ഞു. 54 ടെൽ ദ മെയ്ഡ് ടു പ്രിപ്പയർ ടീ. 54 ഓപ്ഷൻ എ. ഓപ്ഷൻ എ, യു ആർ ഓർഡേർഡ് ടു ടെൽ ദ മെയ്ഡ് ടു പ്രിപ്പയർ ടീ. 54 ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ ഡി ആണ് കൊടുത്തത്. യു ആർ ആസ്ക്ഡ് ടു ടെൽ ദ മെയ്ഡ് ടു പ്രിപ്പയർ ടീ എന്നാണ് കൊടുത്തത്. ഓപ്ഷൻ ബി ആയാൽ എന്താ? ഓപ്ഷൻ 54 അല്ലത്, 54 ഓപ്ഷൻ ഡി ആണ് കൊടുത്തത്. യു ആർ ആസ്ക്ഡ് ടു ടെൽ ദ മെയ്ഡ് ടു പ്രിപ്പയർ ടീ. യു ആർ ഓർഡേർഡ് ടു ടെൽ ദ മെയ്ഡ് ടു. ഇതില് ഓപ്ഷൻ എയും ഡിയും ആൻസർ കൊടുക്കാം കേട്ടോ, കാരണം അതിൽ വ്യത്യാസമില്ല. ഹലോ, ഓപ്ഷൻ ബിയോ സർ? ഓപ്ഷൻ ബി വരാം സർ. ബോയ് വരില്ല, ഓപ്ഷൻ ബോയ് വരില്ല. അതുപോലെ തന്നെ ഓപ്ഷൻ സി വരില്ല. എന്തുകൊണ്ട് സർ? വൈറസ് കയറിയാന്ന് സംശയമുണ്ട്. ഓക്കെ, ഇപ്പൊ കുഴപ്പമില്ല. യെസ്, 55 അല്ലേ? ഇല്ല സർ, അത് ബി വരാത്ത എന്താ റീസൺ എന്താ സർ? അവിടെ സെഡ് ടു എന്ന് പറയരുതല്ലോ. നമ്മളിപ്പോ റിപ്പോർട്ട്സ് ഇതിലേക്ക് മാറ്റുന്ന സമയത്തേ നമ്മളിപ്പോ ഒരാളോട് പറയാ എന്നുള്ളതല്ലോ, ഒന്നുകിൽ അയാളോട് ഓർഡർ ചെയ്യാ അല്ലെങ്കിൽ പറയാ. സെഡ് ടു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സെഡ് ഒരു കാര്യം പറയുന്ന സമയത്താണ് സെഡ് എന്ന് പറയാം അല്ലെ. ആസ്ക് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ കൽപ്പിക്കുക എന്നുള്ളൊരു അർത്ഥമാണ് ആസ്ക് എന്ന് പറയുമ്പോൾ. എന്നാൽ ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരാളോട് ഓർഡർ ചെയ്യുക എന്നുള്ളൊരു അർത്ഥമാണ്. ഇപ്പൊ സെഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു, അത്രല്ലേ സെഡിനുള്ള ഒരു മീനിങ് വരുള്ളൂ. ഓക്കെ, എന്നാല് കുറച്ചും കൂടി ഒരു എന്താണ്, ഒരാളോട് കാര്യം ചെയ്യാൻ കൽപ്പിക്കുന്നതാണ് ആസ്ക് എന്നുള്ളത്. അപ്പൊ ആസ്കിനും കൊടുക്കാം, അതുപോലെ ഓർഡേർഡിനും കൊടുക്കാം കേട്ടോ. ഓപ്ഷൻ എയും ഡിയും. 54. ഓക്കെ, 55 who stole your bike? Option B, boy. 55 ഓപ്ഷൻ ബി, ബോയ് ആണ് കറക്റ്റ്. By whom was your bike stolen? Any doubt? ഓക്കെ, ആരാലാണ് നിന്റെ ബൈക്ക് കളവ് ചെയ്യപ്പെട്ടത് എന്നുള്ള ഒരു മീനിങ്. Was your bike stolen? ഓക്കെ, അതൊരു ചോദ്യ രൂപ ആയതുകൊണ്ടാട്ടോ അങ്ങനെ വന്നത്. 56 her manners pleased us very much. Option A. 56 option D, dog. We were very much pleased with her manners. Okay, option A വരില്ല. We were very much pleased on her manners അല്ല, pleased with എന്നേ വരുള്ളൂ. എപ്പോഴും പ്ലീസിന്റെ കൂടെ പ്രിപ്പോസിഷൻ with ആണ് വരിക കേട്ടോ. 56. 57 the driver was blowing the horn. Boy. The horn was being blown by the driver. Okay, doubt illalla ile was blowing എന്നുള്ളത് was plus verb-ന്റെ ing രൂപമാണ്. അത് was plus being plus v3 വന്നു, was being blown. 58 the thief was caught by the police. Option D, dog. Yes, dog correct ആണ്. The police caught the thief. The police
caught thief. The hunter shot the tiger. 59. C. Option C. Correct. The tiger was shot by the hunter. Correct. Option C. 60. They drew a circle in the morning. Option B. Boy. Boy. Correct. A circle was drawn by them in the morning. A circle was drawn by them in the morning. 61. They will demolish the entire block. D. Dog. The entire block will be demolished by them. Will എന്നുള്ളത് will be എന്നുള്ളതാണ് വരിക. Will be demolished by them. 62. We have warned you. Yeah. You have been warned by us. Correct. You have been warned by us. 63. The shopkeeper lowered the prices. B. Boy. Boy, the prices were lowered by the shopkeeper. The prices were the option objective the prices ആണ് ആ prices നമ്മൾ സബ്ജക്റ്റിലേക്ക് കൊണ്ടുവന്നു the prices. ഓക്കെ, പിന്നെ were lowered. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ റിപ്പോർട്ട് സ്പീച്ചും ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് ആയിട്ട് മാറിപ്പോകരുത്. ചില ആൾക്കാർക്ക് അങ്ങനെ മാറലുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ചിലപ്പം ഇപ്പോൾ വാസും വേറെന്നുള്ള ഹാഡ് ബീൻ ആയിട്ട് മാറൂലേ എന്നുള്ളതൊക്കെ ചിന്തിച്ചു പോകും. അത് റിപ്പോർട്ട് സ്പീച്ചിലാണ്. പക്ഷെ ഇവിടെ ലോവേർഡ് എന്നുള്ളത് V2 ആണ്. V2 ആണെങ്കിൽ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ വാസ് ഓർ വേർ പ്ലസ് V3 ആണ്. വാസ് ഓർ വേർ പ്ലസ് V3 പിന്നെ വാസ് ഓർ വേർ പ്ലസ് വെർബിന്റെ ING രൂപം ആണെങ്കിൽ വാസ് ഓർ വേർ പ്ലസ് ബീയിങ് പ്ലസ് V3 ആണ് വരിക. ചുരുക്കി പറഞ്ഞാൽ V3 മാത്രമേ നമ്മൾ റിപ്പോർട്ട് സ്പീച്ചിൽ പാസീവ് വോയിസിൽ വരുള്ളൂ. 63 ഓപ്ഷൻ ബി ആണ്. ദ പ്രൈസസ് വേർ ലോവേർഡ് ബൈ ദ ഷോപ്കീപ്പർ. 64 they have published all the details of the invention. ഏതാ? Options A ആണ്. A ആണ് correct. All the details of the invention. ഇവിടെ ഒബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് മൊത്തം ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് എന്ന് പറയാൻ പറ്റൂല, ഒബ്ജക്റ്റ് ഫ്രേസോ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഫ്രേസ് എന്ന് പറയാം. noun phrase ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വന്നു. ഓക്കെ, all the details of the invention. അപ്പൊ അതുവരെ ഒബ്ജക്റ്റിന്റെ സ്ഥാനം, പിന്നെയാണ് ബാക്കിയുള്ളത്. all the details of invention have been published. have എന്നുള്ളത് have been published by them. 65 he teaches us grammar. Option B. Option A. 65 option B ആണ് boy. We are taught grammar by him. Sir, A ക്ക് എന്താ കുഴപ്പം? Grammar was taught to us. He teaches us. സിംപിൾ പ്രസന്റ് ആണ്. Okay. Yes. അപ്പൊ അവിടെ are taught, ഇവിടെ സിമ്പിൾ പ്രസന്റ്, ടീച്ചേഴ്സ് എന്നുള്ളത് സിമ്പിൾ പ്രസന്റ് ആണ്, അതുകൊണ്ട് അവിടെ are taught എന്നാണ് വരുന്നത്. 65 രണ്ട് ഒബ്ജക്റ്റ് ഇല്ല അവിടെ, രണ്ട് ഒബ്ജക്റ്റ്. അങ്ങനെ ഒബ്ജക്റ്റീവ് പ്രശ്നമില്ല. അവിടെ വാസ് കൊടുത്തില്ല, അവിടെ വാസ് ടോട്ട് എന്നുള്ളത് അവിടെയാണ് തെറ്റ്. ഓക്കെ. 66 all trust an honest person. Option B boy answer. An honest, yes, option B boy. An honest person is trusted by all. An honest person is trusted by all. 67 in winter people do not take a bath. എവിടെ അല്ല, വെസ്റ്റേൺ പീപ്പിൾ ആണ്. ഓപ്ഷൻ ബി ബോയ്. കൂടി നോക്കാം. 67 ഓപ്ഷൻ ഡി ആണ്. A bath is not taken by the people in winter. ഇവിടെ ബാത്ത് എന്നുള്ളത് ഒരു നൗൺ ആയിട്ടാണ് അല്ലെ? ആ നൗൺ എന്തിന്റെ സ്ഥാനത്താണ്? ഒബ്ജക്റ്റിന്റെ സ്ഥാനത്താണ്. അതിനെ പിടിച്ച് സബ്ജക്റ്റ് ആക്കണം. ഓക്കെ, അപ്പം ഡു നോട്ട് ബി ആണല്ലോ. ക്വസ്റ്റ്യനിൽ ദ പീപ്പിൾ എന്നില്ലല്ലോ. ക്വസ്റ്റ്യനില് ക്വസ്റ്റ്യനിൽ ഇൻ വിന്റർ പീപ്പിൾ ഡു നോട്ട് ടേക്ക് അല്ലേ? ബി അല്ലേ ആൻസർ? A bath is not taken by people in winter അല്ലേ? 67 അല്ലേ ഓപ്ഷൻ? A bath is not taken by the people. ഇവിടെ ഇതാ വിട്ടുപോയി.
അപ്പൊ ആൻസർ ബി അല്ല വേണ്ടത്. ബിയല്ലേ ആൻസർ അപ്പോ? ബോയ് അല്ല ആൻസർ വേണ്ടത്. Okay, നോക്കാം. A bath is not taken by people in winter. In winter, people do not take. വേറൊന്നുണ്ട്, ബൈ വന്നാൽ ദാ വരണമെന്നുണ്ടല്ലോ. ബൈക്ക് ശേഷം നമ്മൾ ബൈ ദ പീപ്പിൾ കേട്ടില്ലേ ഞങ്ങള്? ബൈ അങ്ങനെ ഒരു നിയമം ഇല്ലേ? എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. അങ്ങനെ ഒരു നിയമം ഉണ്ടോ എന്ന് നോക്കാം. ഇതിൽ കൊടുത്തിരിക്കുന്ന ആൻസർ ഓപ്ഷൻ ഡി ആണ്. ബൈ ദ പീപ്പിൾ എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. ബൈ പീപ്പിൾ എന്ന് നമ്മൾ പറയാറില്ലല്ലോ. അതുപോലെ ബൈ ദ പീപ്പിൾ ആണ് വരാറുള്ളത്. അപ്പൊ അതുകൊണ്ടാവാം. ഏതായാലും നോക്കാം. നമുക്ക് 67 ഒരു ചർച്ചക്ക് വെക്കാം കേട്ടോ. അപ്പൊ ആൻസർ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ഡി ആണ്. ഡോഗ്. 68. ഷുഗർ ഈസ് ഗ്രോൺ ഇൻ ക്യൂബ. സർ ഡി എഴുതിയവർക്ക് മാർക്ക് കിട്ടൂടെ? ഓപ്ഷൻ ഡി എഴുതിയവർക്ക് മാർക്ക് കൊടുക്കാം കേട്ടോ. 67 ഓപ്ഷൻ ഡി ഡോഗ്. 68 ആണ്. 68. ഷുഗർ ഈസ് ഗ്രോൺ ഇൻ ക്യൂബ. ഓപ്ഷൻ ബി ആണോ സർ? എ വരും. ഓപ്ഷൻ എ ആണ് ആൻസർ. They grow sugar. ഇവിടെ ഷുഗർ ഈസ് ഗ്രോൺ ഇൻ ക്യൂബ ബൈ ദ പീപ്പിൾ എന്നുണ്ട്, ബൈ ദം എന്നുണ്ട്. പക്ഷെ നമ്മളത് പറയൂല. ഓക്കെ, അപ്പൊ ബൈ എന്നുള്ള ഏജന്റുകളെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. അപ്പൊ ഇവിടെ ദേ ഗ്രോ ഷുഗർ ഇൻ ക്യൂബ. 69. Did he show you what to do? ഓപ്ഷൻ ഡി ഡോഗ്. Were you shown by anyone what to do? Correct ആണ്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് ചോദ്യ രൂപത്തിൽ തന്നെ പറയണം, എന്നാൽ പാസീവ് വോയിസിലേക്ക് മാറ്റണം. അതാണ് ഇതിന്റെ റിസ്ക്. ഇപ്പൊ ഡിഡ് ഹി ഷോൺ യു വാട്ട് ടു ഡു എന്നുള്ളത് ചോദ്യമാണ്. അത് അതേ രൂപത്തിൽ ആ ചോദ്യ രൂപത്തിൽ തന്നെ പറയണം. പക്ഷെ ഇവിടെ ഡിഡ് ആണ്. ഡിഡ് പ്ലസ് V1 എന്ന് പറയുമ്പോൾ അത് V2ന് തുല്യാണ്. അതിനെ നമ്മൾ പാസീവിലേക്ക് മാറ്റുമ്പോൾ വാസ് ഓർ വേർ പ്ലസ് V3 എന്നാണ് ചേർക്കുക. അവിടെ വേർ ചേർക്കാൻ കാരണം എന്താണ്? ഓക്കെ, ഇവിടെ യു എന്നുള്ള സബ്ജക്റ്റ് ആണ് വന്നത്. ഓക്കെ, യു എന്നുള്ള സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ വാസ് അല്ല ചേർക്കുക, വേർ ആണ്. അപ്പൊ വേർ യു ഷോൺ. ഈ യു എന്നുള്ള സബ്ജക്റ്റ് ഇവിടെ വരാൻ കാരണം എന്താ? നമ്മൾ തന്നിരിക്കുന്ന ചോദ്യത്തില് ഒബ്ജക്റ്റ് യു ആണ്. ആ യു എന്നുള്ള ഒബ്ജക്റ്റിനെ ഫസ്റ്റിലേക്ക് കൊണ്ടുവരണ്ടേ, സബ്ജക്റ്റ് ആക്കി മാറ്റണം. അപ്പൊ ഈ യുവിന്റെ കൂടെ നമ്മൾ വേറാണ് ഉപയോഗിക്കുക. അപ്പൊ വേർ യു ഷോൺ ബൈ എനിവൺ വാട്ട് ടു. 71. ആദിത്യ സോ ദിനേഷ് ഷോപ്പിംഗ് അറ്റ് ദ മോൾ. അതാ ബി ബോയ്. ബി. Dinesh was seen shopping at the mall by Aditya. Correct. Dinesh was seen shopping at the mall by Aditya. Correct. 71. Bibin had not been told about the meeting. 21. സി ആണോ സർ? C ആണ് ആൻസർ. C. Nobody told Bibin about the meeting. Bibin had not been told. അതെന്താ സാർ അതെങ്ങനെ? അത് എങ്ങനെ ഫസ്റ്റ് മനസ്സിലായില്ല. ഇത് ഹാഡ് നോട്ട് ബീൻ അല്ലേ, ഇവിടെ ടോൾഡ് എന്നല്ലേ കൊടുത്തിട്ടുള്ളൂ. ഇതിപ്പോ റിപ്പോർട്ട് സ്പീച്ച് പറഞ്ഞ പോലെ ആണെങ്കിലും ശരിയല്ല. 71 C അല്ലേ? ഇല്ലല്ലോ. അപ്പൊ അവിടെ വാസാണ് വരേണ്ടത് അല്ലേ? അപ്പൊ അവിടെ വാസിന്റെ അല്ല, അപ്പൊ ചോദ്യത്തിലുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ചോദ്യത്തിൽ ഹാഡ് നോട്ട് ബീൻ എന്നല്ലേ വരുന്നത്. അപ്പൊ അവിടെ ഹാഡ് നോട്ട് ബീൻ തന്നെയാണ് ആൻസറിലും വരുന്നത്. ഓക്കെ, ആൻസർ അതില്ലല്ലോ. ആൻസർ എഴുതി വെച്ചോളൂ വേണമെങ്കിൽ. അതിൽ മിസ്റ്റേക്ക് ഉള്ളത് 71 ആണേ. 71ന്റെ ആൻസർ ഇങ്ങനെയാണ് വരുന്നത്. ദ മീറ്റിംഗ് ഹാഡ് നോട്ട് ബീൻ ടോൾഡ് അബൌട്ട് to Bibin by anyone. The meeting
had not been told about to Bipin by anyone. എന്നുള്ളതാണ് വേണ്ടത്. അങ്ങനെ ഒരു ആൻസർ ഇതിലില്ലല്ലോ. ഇല്ല. ഏകദേശം ആ രൂപത്തിലേക്ക് വരുന്ന ആൻസറും ഇല്ലല്ലോ. ആ അർത്ഥം ഹാഡ് നോട്ട് ടോൾഡ് എന്ന് പറഞ്ഞ പോലെ മീറ്റിംഗ് ഹാഡ് നോട്ട് അത് പാസീവ് ഹാഡ് നോട്ട് ബീൻ എന്നുള്ളത് പാസീവിലേക്ക് വരുന്ന സമയത്ത് ഹാഡ് നോട്ട് ബീൻ തന്നെയാണ് വരാം. ഹാഡ് പ്ലസ് B3 ആണെങ്കിലും പാസീവിലേക്ക് വരുമ്പോൾ ഹാഡ് ബീൻ തന്നെ വരാം. അങ്ങനെ ഒരു ആൻസർ ഇതിലില്ല. പക്ഷെ അത് ഏകദേശം കണക്കാക്കാൻ പറ്റിയ ഒരു ആൻസർ ഇതായിരുന്നു. പക്ഷെ അത് നമുക്ക് ആൻസർ ആയിട്ട് കൂട്ടാൻ പറ്റില്ല. കാരണം വാസ് നോട്ട് ടോൾഡ് എന്നാണ്. ഇത് അങ്ങനെ കൂട്ടാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞാൽ 71 ക്വസ്റ്റ്യൻ ക്യാൻസൽ ആട്ടോ. 71st ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. ആൻസർ അതിന് മാർക്ക് ടോട്ടൽ 74ലായിരിക്കും മാർക്ക് ഉണ്ടാവുക കേട്ടോ. 72. Why did he deprive you of the membership? Why? Option A. 72 ഓപ്ഷൻ ഡി ആണ് കൊടുത്തിരിക്കുന്നത്. അത് കറക്റ്റ് ആണ് ആൻസർ. ഓപ്ഷൻ ഡി ഡോഗ്. Why were you deprived of the membership? നിങ്ങൾ ഓപ്ഷൻ എ ആണോ പറഞ്ഞത്? Why you were, അങ്ങനെ പറയാൻ പറ്റൂലല്ലോ. നമ്മൾ എന്താ പറയാ, ഞാൻ പറഞ്ഞു ഇത് ചോദ്യമായിട്ട് തന്നെ വരണം, അത് പാസീവിലേക്ക് മാറ്റണം. ചോദ്യമായിട്ട് വരുന്ന സമയത്ത് ഓക്സിലറി വെർബ് സബ്ജക്റ്റിന് മുമ്പ് വരണ്ടേ? ഓപ്ഷൻ എയില് സബ്ജക്റ്റിന് ശേഷമാണ്. രണ്ടും കൊണ്ടുകൂടി മാറിയതാ ഇൻഡയറക്റ്റ്. സാർ അപ്പൊ ഡി ആൻസർ വരുമോ സർ? ഡി. എന്താ കാരണം? അവിടെ ബിയും ഡിയും തമ്മിലുള്ള വ്യത്യാസം ഹിസ് മെമ്പർഷിപ്പും ദ മെമ്പർഷിപ്പും മാത്രമാണ്. ഏതാണ്? ദ മെമ്പർഷിപ്പ്, ഹിസ് മെമ്പർഷിപ്പ്, ഇത് രണ്ടുമാണ് ഡിഫറൻസ് ആയിട്ട് എനിക്ക് തോന്നിയത് ബിയിലും ഡിയിലും. അപ്രോപ്രിയേറ്റ് ഡി ആണോ വരുന്നത്? ബി ബോയ് തെറ്റാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് അതാണ്. അതായത് വേർ യു എന്നുള്ളത് വൈ വേർ യു ഡിപ്രൈവ്ഡ് ഓഫ് ദ മെമ്പർഷിപ്പ് ബൈ ഹിം. Why were you deprived of the membership by him? അത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. എന്താണ് ഇവിടെ സംശയം? എന്തായിരുന്നു? ബൈ ഹിസ് മെമ്പർഷിപ്പ്. രണ്ടാമത്തത് ഹിസ് മെമ്പർഷിപ്പ് ആണ്. അപ്പൊ why did he deprived of the membership? അവിടെ ഹിസ് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞില്ലല്ലോ, ദ മെമ്പർഷിപ്പ് എന്നല്ലേ ചോദ്യത്തിൽ പറഞ്ഞത്. അപ്പം ഓപ്ഷൻ ഡി ആണ്. Okay. Option dog. Option D, dog. 73. The agreement between the management and the workers was drafted by an advisory board. 73. ഏതാ? ഡി അല്ലേ? എ ആണോ സർ? കൺഫ്യൂസിംഗ് ആ സർ. എയും ബിയും സെയിം ആൻസർ സർ അവിടെ. അല്ല, ഇതിലും ആൻസർ എഴുതിയിട്ടില്ല. കറക്റ്റ് ടെൻസിലല്ലല്ലോ വന്നിട്ടുള്ളത്. 73 ആൻസർ കൊടുത്തിരിക്കുന്നത് ബോയ് ആണ്. An advisory board has drilled the agreement and the workers was drafted എന്നല്ലേ? സെയിം അല്ല. അപ്പൊ അതിൽ കറക്റ്റ് ടെൻസ് സ്യൂട്ട് ആവുന്ന ഒരു ആൻസർ അതിലില്ലല്ലോ. ഇല്ല അല്ലേ? The agreement between the management and the workers was drafted by an advisory board എന്നുള്ളതാണ്. അപ്പൊ ഇത് സിമ്പിൾ പാസ്റ്റ് ആവണം. ഇവിടെ ഹാസ് ഡ്രിൽഡ് എന്ന് കൊടുക്കാൻ പറ്റില്ല. ദ അഡ്വൈസറി ബോർഡ് ഹാസ് ഡ്രിൽഡ് എന്ന് കൊടുക്കാൻ പാടില്ല. ദ അഗ്രിമെന്റ് ബിറ്റ്വീൻ ദ മാനേജ്മെന്റ് ആൻഡ് ദ വർക്കേഴ്സ് ഈസ് ബീയിങ് ഡ്രാഫ്റ്റഡ് എന്ന് പറയാൻ പറ്റില്ല. ആൻഡ് അഡ്വൈസറി ഈസ് ഡ്രാഫ്റ്റിംഗ്. ഇതിൽ ആൻസർ ഇല്ല കേട്ടോ. ആൻസർ എഴുതി വെച്ചോളൂ ആണെങ്കിൽ. So the agreement between the management and the workers was drafted by an advisory board എന്നല്ലേ? ആൻസർ എഴുതിക്കോളൂ. An advisory board. 73 ട്ടോ. ഞാനും എഴുതിയിട്ടുണ്ട്, ഞങ്ങൾക്ക് ആൻസർ അയച്ചു തരാൻ വേണ്ടിട്ട്. അതായത് an advisory board drafted an agreement, the agreement between the management and the workers.
drafted the agreement between the management. അതില് ഡ്രില്ഡ് എന്നൊക്കെ വന്നിട്ടുണ്ട്. ഡ്രില്ഡ് വന്ന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണോ എന്താണ് സംഭവം? അത് തെറ്റായി കൊടുത്തതാണ്. അത് ചിലപ്പം പിന്നെ ആൻസർ കൊടുത്തതിലേ. ഓക്കെ ഓക്കെ. അതുപോലെ എയും ബിയും ഒരേതാ കൊടുത്തു. ആ അതെ അതെ. അപ്പൊ നമുക്ക് അത് ക്യാൻസൽ ചെയ്യാം കേട്ടോ. 73 ക്യാൻസൽ ആണ്. ബിറ്റ്വീൻ ദ നിങ്ങൾ ആരെങ്കിലും ക്യാൻസൽ എന്നല്ല, നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ശരിയാക്കി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാർക്ക് കൊടുക്കും. ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ആൻ അഡ്വൈസറി ബോർഡ് ഡ്രാഫ്റ്റഡ് ദ അഗ്രിമെന്റ് ബിറ്റ്വീൻ ദ മാനേജ്മെന്റ് ആൻഡ് ദ വർക്കേഴ്സ് എന്ന് ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ, തിരുത്തി എഴുതിയായിരുന്നു സർ. എഴുതിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മാർക്ക് കൊടുക്കും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് അല്ല, 2 ക്വസ്റ്റ്യൻ ഉണ്ട്. 74. Put up the tent. Option B, boy. Boy, correct ആണ്. Let the tent be put up. Correct. Put up ന്റെ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒക്കെ put up തന്നെയാണ് അല്ലേ? Okay, let the tent be put up. The answer. Last question. Was the question answered? Option D, dog. ഡോഗ്. 70 അല്ല, സി ആണ് കൊടുത്തത്. 75. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? Was the answer to the question given? Was the answer? Was the question ഓപ്ഷൻ ഡി അല്ലേ? ഡി അല്ലേ? ഓപ്ഷൻ ഡി ആണ് വേണ്ടത്. അത് ഇവിടെ തെറ്റിയതാണ്. ആൻസർ വാസ് ദ ക്വസ്റ്റ്യൻ ആൻസേർഡ് എന്നുള്ളത് ഡിഡ് ദേ ആൻസർ ദ ക്വസ്റ്റ്യൻ. കറക്റ്റ് ആണ്. യെസ്. ഓക്കെ, അപ്പൊ മാർക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെ? ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലും ചോദിച്ചോളൂ, ഏതെങ്കിലും കിട്ടാനുണ്ടെങ്കിലും ഒക്കെ. സർ 73ാമത്തെ ക്വസ്റ്റ്യൻ റോങ് മാർക്കാണ്. 73. 73 സർ പറഞ്ഞു. നമ്മൾ ഡിലീറ്റ് ചെയ്തതാണ്. ഇനി അഥവാ ശരിയാക്കി എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ആൻസർ കറക്റ്റ് ആയിട്ട് കൊടുക്കും. ആരെങ്കിലും മാറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മാർക്ക് കൊടുക്കാം. സർ ആൻസേഴ്സ് ഒന്ന് ഫസ്റ്റ് മുതൽ പറയൂ. ഓക്കെ, ഞാൻ ആൻസേഴ്സ് ഒന്ന് സ്പീഡിൽ പറയാം. പിന്നെ അതുപോലെ ഗ്രൂപ്പിൽ ഒന്ന് ഇടാം കേട്ടോ. ഫസ്റ്റ് മുതൽ പറയാം കണ്ടത്. സർ 45 ഒന്ന് പറഞ്ഞോ. 45 ആൻസർ ഡിഡ്ന്റ് ഹി ആണ്. ഡിഡ്ന്റ് ഹി. അത് ഹാഡ് വന്നതുകൊണ്ടോ പിന്നെ ഡിഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഡിഡിൻ ഹി എന്നുള്ളത് അല്ല, ഹാഡ് എന്നുള്ളത് അവിടെ മെയിൻ വേർബ് അല്ലേ? എത്രയാണ്? 43 അല്ലേ? ഹാഡ് എ കാർ അല്ലേ? റെഡ് കാർ. 45 അവിടെ ഇവിടെ വിഷയം എന്താണെന്നറിയോ? നിങ്ങളൊക്കെ എഴുതിയത് എന്താ? ഞാൻ ഡിഡിൻ ഹി എഴുതിയത്. ഡിഡിന്റ് ഹി എന്നുള്ളത്. ഇനി ഹാഡിന്റ് ഹി എന്ന് കൊടുത്താലും ശരിയാണ്. അത് PSന്റെ ഒരു തെറ്റാണ്. അത് ഇതുവരെ തുടർന്നു പോരുന്ന ഒരു തെറ്റാണ്. ശരിക്കും നമ്മൾ വേണ്ടത് ഡിഡിന്റ് ഹി എന്നാണ്. എന്നാൽ PSC കൊടുക്കാറുള്ള ഉത്തരം ഹാഡിന്റ് ഹി ആണ്. ആ ഒരു വിഷയം ഉണ്ടത്. കാരണം ഹാഡിന്റെ കേസിൽ മാത്രല്ല, ഇപ്പോ യു ഹാവ് എ ബൈക്ക് എന്ന് കൊടുക്കാണ്. ഒരു കൊടുക്കുക എന്താ വെച്ചാല് ഹാവിന്റ് യു എന്നാണ്. ഓക്കെ, അപ്പം എന്നാല് ശരിക്കും വരേണ്ടത് ഡോണ്ട് യു എന്നാണ്. ഓക്കെ, അപ്പൊ അവിടെ ആ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പം ഈ ഒരു 2 ഉത്തരത്തിനും ഇതിൽ കൊടുക്കാം കേട്ടോ. ഹാഡിന്റ് യു എന്ന് എഴുതിയാലും ഹാഡിന്റ് ഹി എന്ന് കൊടുത്താലും ഡിഡിന്റ് ഹി എന്ന് കൊടുത്താലും അതിന് ഉത്തരം ആൻസർ കൊടുക്കാം. കാരണം രണ്ടും PSCന്റെ ഒരു ഉത്തരവാണ്, ഒറിജിനൽ ഉത്തരവും മറ്റുമാണ്. സർ അപ്പൊ അതിനെ ഹാർഡിനെ എവിടെ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെ? ഡിഡ് പ്ലസ് ഹാവ് എന്ന് വരും. ഹാഡിനെ സ്പ്ലിറ്റ് ചെയ്താൽ ഡിഡ് പ്ലസ് ഹാവ് എന്ന് വരില്ലേ? ഡിഡ് പ്ലസ് ഹാവ്. അപ്പൊ ഡിഡിന്റ് ഹി. അപ്പൊ ഡിഡിന്റ് ഹി എന്ന് വരില്ലേ?
പക്ഷെ ഇവര് PSC ക്ക് കൊടുക്കാറുള്ളത് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാതെ നേരായിട്ട് കൊടുക്കലാണ്. ഹാഡ് ആൻഡ് ഹി. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കാനുണ്ട്. അങ്ങനെ കഴിഞ്ഞ കാസർഗോഡ് കഴിഞ്ഞ LDC പരീക്ഷയ്ക്ക് ഈ കഴിഞ്ഞല്ല അതിന്റെ തൊട്ട് മുമ്പത്തെ LDC പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഹാവ് വെച്ചിട്ട്. അവര് നേരെ ഹാവിന്റെ ഷീ അങ്ങനെ കൊടുത്തത്. PSCക്ക് ആൻസർ കീയിൽ അങ്ങനെ കൊടുത്തത്. ആൻസർ വന്നാല് നമ്മള് ഹാഡ് യൂസ് ചെയ്തിട്ടാണോ ഹാവ് യൂസ് ചെയ്തിട്ടാണോ ആൻസർ എഴുതേണ്ടത്? നമ്മൾ PSCന്റെ ഉത്തരം എഴുതുക, എന്നാലല്ലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. നമ്മൾ ശരിക്കുള്ള ഉത്തരം അങ്ങനെ അല്ല വരേണ്ടത്, എന്നാലും PSCന്റെ ഉത്തരം കൊടുക്കുക. സർ ആൻസേഴ്സ് ഒന്നുകൂടി പറയൂ. ഓക്കെ, ഫസ്റ്റ് പറയാം. First one option boy, second one option dog, third one option C, fourth one option C, fifth one option D dog, sixth one option dog, seventh one option boy, eighth one option A, ninth one option dog, 10th one option A, 11th one option C, 12th one option A, 13th one option dog, 14th dog, 15th boy, 16th C, 17th A, 18th B or D. B എഴുതിയാലും D എഴുതിയാലും ശരിയാണ്. 19th one dog, 20th A, 21 C, 22 A, 23 A, 24 C, 25 A, 26 isn't he, 27 don't you, 28 shall we, 29 will we, 30 did they, 31 won't they, 32 mustn't we, 33 aren't I. Excuse me, sir. അത് ഓപ്ഷൻ നമ്പർ പറഞ്ഞു പോവോ സർ? 26 തൊട്ട് 26 ആ? നോക്കാം. യെസ്, 26 isn't he എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി. 27 don't you എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി. 28 shall we എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ. 29 will we എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി. 30 did they ഓപ്ഷൻ സി. 31 won't they എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി, ബോയ്. 32 mustn't we ഓപ്ഷൻ സി. 33 aren't I ഓപ്ഷൻ സി. 34 did you എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ. 35 would you. ഹലോ, 34 അതിന് ആൻസർ ഇല്ല സർ. ഡിഡിന്റ് യു എന്നാണ് ആൻസർ, അതിനില്ല. കറക്റ്റ്. 34 ഡിഡിന്റ് യു എന്നാണ് കേട്ടോ. അപ്പൊ 34 നമ്മൾ എന്ത് ചെയ്തത്? ആൻസർ ശരിയാക്കി എഴുതിയവർക്ക് മാർക്ക് കൊടുത്തു അല്ലേ? ഡിഡിന്റ് യു എഴുതിയവർക്ക് മാർക്ക്. ഓക്കെ. 35 would you എന്നാണ് ആൻസർ. would you എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി. ഇനി ഇതിനൊന്നും ഓപ്ഷൻസ് ഇല്ല. 36 മുതൽ 36 isn't he, 37 isn't it, 38 aren't you, 37 is it ആണ്. sorry is it അല്ലേ? is it. 38 aren't you. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്കണേ. 39 didn't she, 40 did he, 41 don't they, 42 hasn't he, 43 isn't it, 44 will he, 45 didn't he അല്ലെങ്കിൽ hadn't he.
46 isn't she. 47 wasn't it. 48 is he. 49 are they. 50 have they. 51 option A. 52 was being listened to എന്നാണ്. Was being listened to. അതായത് 52 ആൻസർ അതിലില്ല അല്ലെ. ഓപ്ഷൻ ഡി ആണ്, പക്ഷെ അതിൽ ആൻസർ ഇല്ല. 51A. C, option C. 53 option C. 54 option D, dog. 55 boy. 56 dog. 57 boy. 58 dog. 59 C. 60 boy. 61 dog. 62 A. 63 boy. 64 A. 65 boy. 66 boy. 67 dog. 68 A. 69 dog. 70 boy. 71 C. അവിടെ വിഷയമുണ്ട്. 71 അത് ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയി സർ. 71 ക്യാൻസൽ ആക്കിയതാണ് അല്ലേ? അതിന്റെ ശരിക്കുള്ള ആൻസർ the meeting had not been told about to Bibin by anyone എന്നുള്ളൊരു ആൻസർ ആണ്. അപ്പൊ 72 dog. 73 നമ്മൾ ക്യാൻസൽ ചെയ്തു. An advisory board drafted the agreement between the management and the workers. സർ ക്യാൻസൽ ആവില്ല, പക്ഷെ അത് തിരുത്തി എഴുതിയവർക്ക് മാർക്ക് കൊടുക്കാന്ന് പറഞ്ഞു. 74 boy. 75 dog. 75 dog. ഓക്കെ, ഇതാണ് ആൻസർ. ഈ ക്വസ്റ്റ്യന് നമുക്ക് ഇതിലിപ്പോ എത്ര എണ്ണം ഡിലീറ്റ് ചെയ്തത് ഒറ്റൊന്ന് മാത്രമല്ലേ ഉള്ളൂ. മറ്റേത് തിരുത്തി എഴുതിയാൽ മാർക്ക് കൊടുക്കാന്നല്ല പറഞ്ഞത്. 73 ഒക്കെ ഔട്ട് ഓഫ് 74 ആണ് കേട്ടോ. ടോട്ടൽ 74ലാണ് മാർക്ക്. പിന്നെ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയുണ്ട്? അത്യാവശ്യം നിലവാരമുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. കാരണം രണ്ടാമത്തെ ടെസ്റ്റ് ആണല്ലോ. ഫസ്റ്റ് ടെസ്റ്റിൽ കുറച്ച് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. 74 എത്ര ആൻസർ? ഏതാ ആൻസർ? 74ന്റെ ആൻസർ ഓപ്ഷൻ ബി ബോയ്. 75 ഓപ്ഷൻ ഡോഗ്. ഓക്കെ, താങ്ക്സ്. ഓക്കെ, അപ്പൊ നമ്മള് വാട്സാപ്പിലേക്ക് വരാം. വാട്സാപ്പിൽ എല്ലാരും നിങ്ങൾ 51 ഓപ്ഷൻ എ ആണോ? പിന്നെ ഒരു മാർക്ക് ആണെങ്കിലും നിങ്ങൾ വിടുക കേട്ടോ. അതായത് നിങ്ങൾ തമ്മിൽ പരിചയം ഉണ്ടാവില്ല ആരും, പക്ഷെ നമുക്ക് എന്തെന്ന് വെച്ചാല് നമുക്ക് എവിടെയാണ് തിരുത്തേണ്ടത്, എവിടെയാണ് നമ്മൾ സ്ട്രെസ് കൊടുക്കേണ്ടത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻ ടോട്ടല്? എത്ര രണ്ടെണ്ണം ക്യാൻസൽ ആക്കി. അപ്പൊ ഔട്ട് ഓഫ് 73 ആണോ മാർക്ക്? 74 ഉണ്ടാവും. രണ്ടെണ്ണം ക്യാൻസൽ ചെയ്തെന്ന് പറയാം. ഒന്ന് മുഴുവനായിട്ട് ക്യാൻസൽ ചെയ്ത്, രണ്ടാമത്തെ നിങ്ങൾ എഴുതിയാൽ മാർക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് 74 കൊടുക്കാം. 74. ഓക്കെ. അപ്പൊ 73ന്റെ ഓപ്ഷൻ ഏതാവും? 73ന്റെ ഓപ്ഷൻ ഇല്ല. നിങ്ങൾ ആൻസർ ശരിയാക്കി എഴുതണം, എന്നാലേ കിട്ടുള്ളൂ. അതിന്റെ ആൻസർ advisory board drafted the agreement between the management and the workers. Yes. ഓക്കെ, അപ്പൊ നാളെ നമുക്ക് ക്ലാസ് ഉണ്ട്. ടൈം നമുക്ക് ഇന്ന് ഫിക്സ് ചെയ്യണം. കാരണം ചർച്ചിൽ പോകുന്ന കുട്ടികളെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സമയം നമുക്ക് ഫിക്സ് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഗുഡ് ഡേ.